1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. പത്രോസ് 2 ലേഖനമാണ് എഴുതിയിട്ടുള്ളത്. അത് ക്രൈസ്തവ പ്രത്യാശയാണ്. അതിനകത്ത് നിറഞ്ഞു മുഴച്ച് മുറ്റി നിൽക്കുന്നത് ക്രിസ്തീയ പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ. പൗലോസ് പറയുന്നു ജീവനുള്ള പ്രത്യാശ. ആ പ്രത്യാശയിൽ നമ്മുടെ വേര് ഉറപ്പിക്കപ്പെടേണ്ടതിനു വേണ്ടി താൻ എഴുതിയിട്ടുള്ള 2 അതിവിശിഷ്ടമായ ലേഖനങ്ങൾ, അതിലെ പദാനുപദമായ ആശയ സംഹിതയിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇനി മുഖവര പറഞ്ഞാൽ വിഷയത്തിന്റെ വിശകലനത്തിൽ വെട്ടിച്ചുരുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നേരെ വാക്യത്തിലേക്ക് പ്രവേശിക്കുക. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യത്തിന്റെ ഭാഗമാണ് അവിടെ ഗ്രന്ഥകാരൻ ഉദ്ധരണിയായി നമുക്ക് നൽകുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ, ക്രിസ്തുവിനെയാണ് അവിടെ ഉദ്ദേശിക്കുക. അവിടെ അവനിൽ എന്നൊക്കെ പറയുന്നത് ക്രിസ്തു എന്ന അർത്ഥത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയാണ് വാക്യത്തിന്റെ പൊരുൾ. സ്തോത്രം. ഇതേ വാക്യം തന്നെയാണ് റോമാലേഖനം 10-ാം അധ്യായം 11-ാമത് വാക്യത്തിൽ പൗലോസ് പറയുന്നത്. അപ്പോൾ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 6-ാമത് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം റോമർ 10:11 പൗലോസും ഉദ്ധരണിയായി നമുക്ക് നൽകുന്നുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. പത്രോസ് ഒരു കാര്യം കൂടെ ചേർത്ത് പറയുന്നു. അതാണ് ഇന്ന് രാത്രി ഈ പ്രഭാഷണത്തിന് പത്രോസിന്റെ ലേഖനത്തിലേക്ക് എന്നെ കാന്തികമായി ആകർഷിക്കുവാനുള്ള കാരണം. യേശുവിൽ വിശ്വസിക്കുക എന്ന് മാത്രമല്ല, വിശ്വസിക്കുന്ന നമുക്ക് മാന്യതയുണ്ട് എന്നുള്ളതാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ മാന്യത, ക്രിസ്തുവിനെ നിഷേധിക്കുന്നവന്റെ മാന്യത, ഇത് രണ്ടും രണ്ടാണ് എന്ന് നാം തിരിച്ചറിയണം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കൊരു മാന്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ പ്രമേയത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രദ്ധിക്കണം. 1, യേശുവിൽ വിശ്വസിക്കുന്നതിന് യേശുവിന്റെ യോഗ്യത എന്താണ് എന്നുള്ളതാണ് ആദ്യം നാം ചിന്തിക്കേണ്ടത്. കർത്താമൃദാസൻ അജ്ജി അവരുകൾ, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ടീം അംഗങ്ങൾ വളരെ അനുഗ്രഹീതമായ നിലയിൽ പാടിയ പാട്ടുകളിലെല്ലാം ക്രിസ്തുവിന്റെ ഔന്നത്യം, ക്രിസ്തുവിന്റെ ഉത്തുംഗ പ്രതാപം എന്താണെന്ന് വളരെ മനോഹരമായി ആ വരികളിലൂടെ അവര് ഗായകന്മാർ എല്ലാവരും അത് നന്നായിട്ട് നമുക്ക് നൽകി തന്നു. ആ ഔന്നത്യത്തെ കേട്ടുകൊണ്ടിരിക്കുവാൻ താളാത്മകമാക്കിയാണ് ആ സംഗീതത്തെ നമുക്ക് നൽകിയത്. അതിന് കറുത്തതും വെളുത്തതുമായി കട്ടകളിലൂടെ വിരലൊടിക്കുമ്പോൾ ഉണ്ടാകുന്ന നാദവിസ്മയം ക്രിസ്തുവിന്റെ ആ ഔന്നത്യത്തെ ആസ്വദിക്കുവാൻ നമുക്ക് കാരണമായി. അതിന്റെ കൂട്ടത്തിൽ കുറേയേറെ ശബ്ദവീതികൾ ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് ഋതംപാട് കൈകാര്യം ചെയ്ത അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അത് ചെയ്യാനിടയായി. ഞാൻ പറഞ്ഞത് ആ ടീം നമുക്ക് ക്രിസ്തുവിന്റെ ഔന്നത്യത്തെ പാട്ടിന്റെ വരികളിലൂടെ നൽകിത്തരികയുണ്ടായി. ഇനി ഞാൻ അത് പ്രഭാഷണത്തിൽ ബൗദ്ധികമായി സൈദ്ധാന്തികമായ ആലോചനകളായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും തച്ചന് കുത്തിയിരുന്ന സ്തോത്രം പറയണമെന്നും അന്യഭാഷ പറയണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം പുറത്ത് കാതോർക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. വിമർശന ബുദ്ധിയോടെയാകാം, അനുഭാവത്തോടെയാകാം എന്നൊക്കെ അങ്ങനെയുള്ള വ്യത്യസ്ത വ്യതിരക്തതകളുള്ള നിലപാടുകളോട് ശ്രദ്ധിക്കുന്നവരുണ്ട്. കേസിക്ക് നന്നായിട്ട് അറിയാവുന്ന, ഇവിടെ സാക്ഷ്യം പറഞ്ഞ ദൈവദാസന് നന്നായിട്ട് അറിയാവുന്ന, തൊട്ടുരുമി തട്ടി നടന്നിട്ടുള്ള അവരുടെയൊക്കെ സുഹൃത്തുക്കൾ, ഇതിന്റെ സംഘാടകർക്ക് നേരിട്ട് അറിയാവുന്ന, കൊല്ലകയുടെ ഈ മണ്ണിന്റെ മണമുള്ള ഇവിടുത്തെ വിഭവങ്ങളുടെ ആഹരണം അനുഭവിക്കുന്ന നിരവധി ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, വീടുകളിലും വീഥികളിലും. അവരെയൊക്കെയാണ് ഞാൻ മുൻകാണുക. നിങ്ങൾ മുസ്ലിമാകാം, ക്രൈസ്തവനാകാം, അല്ലെങ്കിൽ ഹൈന്ദവനാകാം, മറ്റിതര മതസ്ഥനാകാം, ഇനി മതരഹിതനാകാം, അതൊന്നും വിഷയമല്ല. കൊല്ലകയിൽ നിങ്ങളുടെ വീടിന് മുറ്റത്ത്, നിങ്ങളുടെ വീടിനോട് ചേർന്ന് നിങ്ങൾക്ക് കാതോർക്കാൻ മുറ്റത്തിറങ്ങിയിരുന്നാൽ അല്ലെങ്കിൽ മട്ടുപ്പാവിലിരുന്നാൽ മുറിയുടെ ജനലൊന്ന് തുറന്നിട്ടാൽ അകത്തിരുന്ന് കേൾക്കാൻ പറ്റുന്ന പരുവത്തിൽ ശബ്ദം വളരെ മെച്ചമായി സംവിധാനം ചെയ്തിട്ടുള്ള ഈ യോഗത്തിന്റെ പ്രഭാഷണം അധികം നീളത്തില്ല. അത് ഒന്ന് കേൾക്കാൻ മനസ്സാകണം. ഞങ്ങൾ പറയുന്ന ഈ ചിന്ത മതവിരോധമല്ല, മതവിദ്വേഷമല്ല, പകരം സകല മനുഷ്യനും അറിയേണ്ട ആധ്യാത്മികമായിരിക്കുന്ന ആലോചനകളുടെ ഒരു പ്രവാഹമാണ്. ഇത് കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന ലാഭം വേറൊരു ലാഭത്തോട് നിങ്ങൾക്ക് തുലനപ്പെടുത്താനാവില്ല. പക്ഷെ ഇത് കേൾക്കാതെ പോകുന്നതിലൂടെയുള്ള നഷ്ടമുണ്ടല്ലോ, വേറൊന്നിനാലും നിങ്ങൾക്ക് നികത്താനുമാവില്ല. അത്രയ്ക്ക് സാർവത്രികമായ ആത്മീയ ചിന്തകളുടെ ബഹുത്വമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. ശ്രദ്ധിക്കൂ. ഇവിടെ യേശുവിൽ വിശ്വസിക്കുവാനുള്ള യേശുവിന്റെ യോഗ്യത എന്താ? ഒരാളിനെ എല്ലാവരും അങ്ങ് വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിഭവശേഷി എന്താണെന്ന് നമ്മൾ അറിയണം. എൻ്റെ കൂടെ പോരെ, ഞാൻ ഏറ്റു എന്നൊരാളെ വിളിച്ചാൽ അങ്ങനെ ഏറ്റെന്നൊന്നും പറഞ്ഞ കാര്യം നടക്കത്തില്ല. എന്തോ ഉണ്ട് കയ്യിൽ എന്ന് നമ്മൾ ഒന്നുകൂടെ അന്വേഷിക്കാറില്ലേ? അങ്ങനെ നമ്മൾ അന്വേഷിക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ പോക്കറ്റ് കാലിയാണോ അതോ പോക്കറ്റിൽ കാര്യമായിട്ടുള്ളത് വല്ലതും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചാണ് കൂടെ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ വഴിയിൽ വെച്ച് നമ്മൾ കുഴഞ്ഞു പോകും. യേശുവിൽ വിശ്വസിച്ചിറങ്ങുന്ന ഒരാൾക്ക് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. യേശുവിൽ എല്ലാവരും വിശ്വസിച്ചാൽ അവസാനം വരെ പുലർത്തുവാൻ കാര്യക്ഷമതയുള്ളൊരു കർത്താവ്, വിഭവശേഷിയുള്ളൊരു കർത്താവ്. സ്തോത്രം. കേട്ടില്ലേ? രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ, അടിക്കടി അപകടങ്ങൾ ഒക്കെ ഉണ്ടായി ശരീരത്തിന്റെ
ആ അവസ്ഥയ്ക്ക് അതിൻ്റെ അലൈൻമെന്റ് മൊത്തത്തിൽ മാറിയിട്ട് ഒരു ഭിന്നശേഷിക്കാരനെന്ന് മുദ്രകുത്തത്തക്ക നിലയിലേക്ക് കാര്യങ്ങൾ മാറി. എന്നിട്ടും അദ്ദേഹം യേശുവിനെ സാക്ഷിക്കുന്നതിന്റെ കാരണം യേശുവിനുള്ള വിശ്വാസത്തിന്റെ അന്തസത്ത തന്റെ ഹൃദയത്തെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശത്തെ രണ്ടായിട്ട് ഇന്ന് രാത്രിയിൽ നൽകിത്തരാൻ ആഗ്രഹിക്കുന്നു. ഒന്നാം ഭാഗം വിശ്വസിക്കുവാൻ യേശുവിന്റെ ആസ്തി എന്താണ്, ഒന്ന്. രണ്ട്, വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കപ്പെടുന്ന ആനുകൂല്യങ്ങൾ എന്താണ്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ലഭിക്കപ്പെട്ടല്ലോ. വിഷയം അതിന്റെ തനിമയോടുകൂടെ പഠിക്കണം. യേശുവിനെ എല്ലാവരും, കൊല്ലക മാത്രമല്ല, കരുനാഗപ്പള്ളി മാത്രമല്ല, അങ്ങ് കേരളം മുഴുവനും, ഇന്ത്യ മുഴുവനും, ഭാരതം മുഴുവനും, വ്യത്യസ്ത മതവിഭാഗങ്ങൾ, ഭിന്നമത രാഷ്ട്രീയ ജാതീയ സംസ്കാരങ്ങൾ ഒക്കെയുള്ള നമ്മുടെ ഈ രാജ്യം യേശുവിൽ വിശ്വസിക്കണം. ലോകം മുഴുവനും യേശുവിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ യേശുവിന്റെ ആസ്തി എന്താണ്, യേശുവിന്റെ വിഭവശേഷി എന്താ, മറ്റാർക്കുമില്ലാത്ത വിഭവശേഷി യേശുവിനുള്ളത് എന്താ എന്നറിയണം. അതാണ് എൻ്റെ പ്രഭാഷണത്തിന്റെ ആദിപാദം. രണ്ടാമത്തേത്, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ലഭിക്കപ്പെടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്. ഇത് രണ്ടും പറയാൻ സമയം ഏറെ വേണം. എങ്കിലും ഞാൻ ഏകദേശം അതിനെ പൂർത്തീകരിക്കാം എന്ന ഒരു വിശ്വാസത്തോടുകൂടെ ഒന്നാമത്തെ കുറിപ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. യേശുവിന്റെ ആസ്തി, യേശുവിന്റെ വിഭവശേഷി. എല്ലാവരും തന്നിൽ വിശ്വസിക്കണമെന്ന് യേശു പറയാനുള്ള കാരണമെന്ത്, യേശുവിൽ വിശ്വസിക്കൂ എന്ന് ഞങ്ങൾ പാടാനും പറയാനുമുള്ള കാരണമെന്ത് എന്നുള്ളതിനെ ദൈവശാസ്ത്രപരമായി നാം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചിന്ത രണ്ട് കാര്യങ്ങളായി ഞാൻ വിശദീകരിക്കുന്നു പഠന സൗകര്യാർത്ഥം. ഒന്ന്, യേശുവിൽ വിശ്വസിക്കുവാനുള്ള ഒന്നാമത്തെ ന്യായം യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കമാണ്. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കമാണ്. അത് കഴിയുമ്പോൾ രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് യേശുവിന്റെ ദൈവത്വത്തിന്റെ മഹത്വമാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സമന്വിതമാക്കപ്പെട്ട ആളത്വ മഹിമയാണ് ക്രിസ്തു എന്ന് നാം അറിയണം. ബേൽസബൂൽ ബാധിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്തൊക്കെ ഇന്ദ്രജാല മഹേന്ദ്രജാലങ്ങൾ സാത്താന്യ ശക്തി കൊണ്ട് ചെയ്യുന്നു എന്നായിരുന്നു അന്നത്തെ യഹൂദന്മാരുടെ ഒരു മുൻവിധി. ഇന്നും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. വേശ്യാപുത്രനാണ് യേശുവെന്നും ജാരസന്തതിയാണ് യേശുവെന്നും ചിന്തിക്കുന്ന നിരവധി ആളുകൾ അന്നും ഇന്നും ഉണ്ട്. യേശു ഒരു ബുദ്ധിമാനായ മനുഷ്യൻ മാത്രമായിരുന്നു, അല്ലാതെ അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. യേശു ഒട്ടനവധി പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവാചകനായിരുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് യേശുവിന് വേറെ മഹത്വമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരും എന്നും ഇല്ലാതില്ല. പക്ഷെ ഇതിനെയെല്ലാം വകഞ്ഞങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഞങ്ങൾക്ക് ഉറക്കെ പറയാനുള്ള ഒന്നാമത്തെ കാര്യം യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കമാണ്. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യത്വത്തിന്റെ തിളക്കം അറിയിക്കേണ്ടതിന്, വിശദീകരിക്കേണ്ടതിന് 3 വാക്യങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. 3 അതിപ്രധാന വാക്യങ്ങൾ യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കത്തിനുണ്ട്. ആ 3 വാക്യങ്ങളുടെ വിശകലനമാണ് യേശുവെന്ന മനുഷ്യൻ മറ്റുള്ള മനുഷ്യരെക്കാൾ വിശേഷവിധിയായി ഔന്നത്യമുള്ള ആളത്വമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. 3 വാക്യങ്ങളിൽ ഒന്നാമത്തേത് കേൾക്കണം. ലൂക്കോസ് 1:35 വാക്യമാണ്. ലൂക്കോസ് 1:35, ജനിക്കുന്നതിന് മുൻപേ ഗബ്രിയേൽ ദൂതൻ മറിയയുടെ മുമ്പാകെ വന്നു നിന്നുകൊണ്ട് പറയുന്ന അനുഗ്രഹിതമായിരിക്കുന്ന ഒരു പ്രവചന ദൂതുണ്ട്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞ് എന്നല്ല, അപ്പോഴുണ്ടാകുന്ന പൈതൽ എന്നുമല്ല, അപ്പോഴുണ്ടാകുന്ന ഒരു കുട്ടി എന്നുമല്ല, സാധാരണ രീതിയിലൊന്നുമല്ല പറയുക. അപ്പോൾ ഉണ്ടാകുന്ന വിശുദ്ധ പ്രജ. ഹല്ലേലൂയ. യേശുവിന്റെ ജനനത്തിനു മുൻപേ പറയുക വിശുദ്ധ പ്രജ, അങ്ങനെയാണ് പറയുക. ജനിച്ച ശേഷം വിശുദ്ധിയുടെ പാഠങ്ങൾ കൊടുത്തിട്ട് വിശുദ്ധിയുടെ തട്ടകത്തിലേക്ക് അങ്ങനെ അങ്ങോട്ട് വേരൂന്നിയ ആളല്ല യേശു. ജനിക്കുന്നതിന് മുമ്പേ വിശുദ്ധൻ എന്ന് പ്രഖ്യാപനം ചെയ്യപ്പെട്ടത്. ഇനി ജനിച്ച ശേഷമോ വഴിമാറിപ്പോയിട്ടില്ല. ജനിച്ച ശേഷം സാക്ഷ്യം പറഞ്ഞ ദൈവദാസൻ പലവരും ക്രിസ്തുവിൽ നിന്ന് അകന്നുമാറി തെന്നുമാറിയ കാര്യമൊക്കെ പറഞ്ഞല്ലോ. പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അത് വലിയ ലജ്ജാകരമായ കാര്യമാണ് എന്ന് അദ്ദേഹം തന്നെ നമ്മളോട് പറയുകയുണ്ടായി. അതിന്റെ കാരണമെന്ത് എന്ന് ചോദിച്ചാൽ പരിചരണത്തിന്റെയോ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയുന്നതിലുള്ളതായിരിക്കുന്ന അപാകതയോ ചെറുപ്രായം മുതൽ കേട്ടുവന്നതായിരിക്കുന്ന ക്രൈസ്തവീകതയോട് ഉൾക്കാമ്പില്ലാതെ പോയതോ ഒക്കെ കൊണ്ടാകാം. ഞാനൊരു പാസ്റ്ററുടെ മകനായി, ഒരു ഉപദേശിയുടെ മകനായി ജനിച്ചു വളർത്തപ്പെട്ടയാളാണ്. അദ്ദേഹത്തിന്റെ നിഷ്ഠയും അദ്ദേഹത്തിന്റെ കാർക്കശ്യവുമൊക്കെ അന്ന് എനിക്ക് ഒത്തിരി ശ്വാസം മുട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകാനോ അല്ലെങ്കിൽ അവർ വായിക്കുന്ന പലതും ചിലതും വായിക്കാനോ അവർ കഴിക്കുന്നത് പലതും ചിലതും കഴിക്കാനോ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കളിക്കളത്തിലേക്ക് അവരോടൊപ്പം പോകാനോ അഥവാ വിട്ടാൽ തന്നെ അതിന് പ്രത്യേക ടൈം ക്രമീകരിച്ചിട്ടുണ്ട്. ഇത്ര മണി കഴിയുമ്പോൾ വൈകിട്ട് ബൈബിൾ സ്റ്റഡി ഉണ്ട് എല്ലാ ദിവസവും. അവിടെ ഓടിയെത്തണം, പപ്പയുടെ ചുറ്റും ഇരിക്കണം. ഞങ്ങളെല്ലാവരും മക്കൾ 4 പേരും ഞങ്ങൾ വട്ടമിരിക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന വേദോപദേശങ്ങൾ വളരെ കൃത്യതയോടുകൂടെ പിറ്റേ ദിവസം അത് ചോദിക്കും. അതിൻ്റെ പാഠങ്ങൾ പറയണം.
സ്കൂളിലെ കാര്യങ്ങൾ പറയണം, അപ്പൻ പഠിപ്പിക്കുന്നത് പറയണം. ഇങ്ങനെ പഠിച്ചു വന്നപ്പോൾ വല്ലാത്ത ശ്വാസം മുട്ടലായിരുന്നു, തിക്കുമുട്ടലായിരുന്നു. ഇങ്ങനെ അപ്പൻ്റെ മകനായി ജനിക്കേണ്ടിയിരുന്നില്ലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മമ്മിയോട് ചോദിച്ചിട്ടുണ്ട്, ഈ പുള്ളി അല്ലാതെ വേറെ ആരെയും നാട്ടിൽ കിട്ടിയില്ലയോ ഭർത്താവാക്കാൻ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് സമ്മർദ്ദമായിരുന്നു ജീവിതം. പക്ഷേ ഇന്ന് ഞാനതിന് മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ആ കാർക്കശ്യമാണ് ക്രൈസ്തവ ലോകത്തിനൊരു പ്രഭാഷകനെ ഉണ്ടാക്കി കൊടുത്തത്. ഹല്ലേലൂയ. അവസാനം വരെ കാർക്കശ്യമായിരുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മമ്മി അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു മമ്മിയായിരുന്നു. അതുകൊണ്ട് ഗതിഭേദമുണ്ടാകാതെ പെന്തക്കോസ്തിന്റെ തനത് സംസ്കാരത്തിൽ നിലനിൽക്കാനും അതിൽ നിന്ന് വഴുതിപ്പോകാതെ നിൽക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ തലമുറയെ നാം വളരെ കാര്യമായി പരിചരിക്കുന്നെങ്കിൽ മാത്രമേ വിശുദ്ധ പ്രതി എന്ന സാക്ഷ്യത്തോടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. യേശുവിനെ ജനിച്ച ശേഷം സൺഡേ സ്കൂളിന് വിട്ട് മിടുക്കനാക്കിയതല്ല. അവൻ ജനിക്കുന്നതിന് മുൻപേ പ്രവചനമുണ്ടായിരുന്നു. വിശുദ്ധ പ്രജയാണ്. പാപമൊഴികെ സകലത്തിലും നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെടുമ്പോഴും വിങ്ങലുകളും വേദനകളും വിയർപ്പും നൊമ്പരങ്ങളും ഒക്കെ മനുഷ്യ സഹജമായി നില അനുഭവിക്കുമ്പോഴും പാപം തീണ്ടാത്തൊരു ജീവിതം നയിപ്പാൻ കരുത്തുള്ളവനായിട്ടാണ് യേശു ജനിച്ചത്. പ്രൈസ് ദി ലോർഡ്. പലവരും പാപം എത്തി നോക്കിയിട്ടും യാതൊരു നിലയിലും ധാർമ്മിക മൂല്യങ്ങളുടെ പതനം സംഭവിക്കാതെ ആർക്കും ഒരു ദോഷവും പറയാനാവാത്ത വിധം വിശുദ്ധ പ്രജ എന്നുള്ള ആ വിശേഷണത്തെ നിലനിന്നുകൊണ്ട് തന്നെ ജീവിക്കാൻ യേശുവിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ആ യേശു ഞങ്ങളുടെ ആരാധ്യനായി മാറിയത്. രണ്ടാമതൊരു വാക്യം തരാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 46-ാമത് വാക്യം. യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കമാണ്. ഇന്ദ്രജാല മഹേന്ദ്രജാലങ്ങൾ കൊണ്ടല്ല യേശു ആരാധ്യനായി മാറിയത്. 18 കൊല്ലം കുനിഞ്ഞു നടന്നിരുന്ന ഒരു സ്ത്രീയുടെ കൂന് മാറ്റിയത് കൊണ്ടല്ല, ലാസറിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് കൊണ്ട് മാത്രമല്ല, കുരുടന് കാഴ്ചശക്തി കൊടുത്തതുകൊണ്ട്, മുടന്തനെ കുതിച്ചു ചാടുമാറാക്കിയത് കൊണ്ട്, ബദിരനെ കേൾവിയുള്ളവനാക്കി മാറ്റിയത് കൊണ്ട്, കുഷ്ഠരോഗിയെ സൗഖ്യമുള്ളവനായി വീട്ടിലേക്ക് പറഞ്ഞയച്ചതുകൊണ്ട് മാത്രമല്ല യേശു മഹത്വവാനായി മാറിയത്. യോഹന്നാൻ 8:46 ഗംഭീരവാക്യമാണ്. വിശ്വാസികൾ ആരും മറന്നുപോകരുത്. യേശു ചോദിക്കുന്നു, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? ആ വാക്യത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിനെ ആരാധിക്കുന്നവർ, യേശുവിനെ പ്രസംഗിക്കുന്നവർ, യേശുവിന് വേണ്ടി ജീവിക്കുന്നവർ, യേശുവിന് വേണ്ടി ആക്ഷേപം നാട്ടുകാർ പറയുമ്പോൾ അഭിമാനത്തോടെ നിൽക്കണം. പാപമില്ലാത്ത ഒരുവനാ ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ക്യാപ്റ്റൻ പാപമില്ലാത്തവനാണ്, ഒരു ദോഷവുമില്ലാത്തവനാ. അവൻ ചോദിച്ച ചോദ്യത്തിന് ഇന്നും മറുപടി പറയാൻ നെഞ്ചുറപ്പുള്ള ഒരുത്തനും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഏതാണ്ടൊക്കെ വികലമായത് പറഞ്ഞിട്ടുണ്ട്, അതിനെ ജനം പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? യേശുവിന്റെ വിശുദ്ധിക്കെതിരെ, യേശുവിന്റെ വിശുദ്ധിക്ക് കോട്ടം വന്നു എന്ന് കാണിക്കാൻ നാടകം, പിന്നെ സിനിമകൾ, പിന്നെ പുസ്തകങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ യേശുവിന്റെ വിശുദ്ധിക്ക് ഒരു കോട്ടവും ആർക്കും വ്യക്തമായി കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റിയില്ല. ലൂസിഫറിനെ പുകഴ്ത്തിക്കൊണ്ടും പലതും ചിലതുമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. തിന്മയുടെ ശക്തിയെ, തിന്മയുടെ മൂർത്തിയെ വലിയ കാര്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് കാശുണ്ടാക്കാനുള്ള നടപടികളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. അതിന്റെ വൃത്താന്തങ്ങളും അതിന്റെ സംഭാഷണങ്ങളും അതിന്റെ ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. സുവിശേഷ വേദികളെയൊന്നും അതിലേക്ക് വലിച്ചഴയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ വികലമാണ്, വികൃതമാണ്, നരാധമത്വമാണ്, പൈശാചികമാണ്, പ്രാകൃതത്വമാണ്, കാശുണ്ടാക്കാനുള്ള ലജ്ജാകരമായിരിക്കുന്ന ചില കുടുസു വിദ്യകൾ മാത്രമാണെന്ന് പറഞ്ഞിട്ട് അർഹിക്കുന്ന അവജ്ഞയോടെ അതിനെ ചുരുട്ടിയെടുത്ത് വേസ്റ്റ് ബിന്നിലേക്ക് തട്ടുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായാലും എന്റെ യേശു വിശുദ്ധനല്ലാതെയാകുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 46-ാമത് വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം. ആ വാക്യത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം എന്നൊരു ചോദ്യം ചോദിക്കാൻ ഒരൊറ്റ രാഷ്ട്രീയ നേതാവിന് പറ്റിയിട്ടില്ല, ഒരൊറ്റ മതത്തിന്റെ നേതാക്കന്മാർക്ക് പറ്റിയിട്ടില്ല, മതബോധനങ്ങൾ തകൃതിയായി നടത്തുന്ന ഒരൊറ്റ വ്യക്തിക്കും പറ്റിയിട്ടില്ല. ആരാധ്യന്മാർ എന്ന് ഇവിടെ നെഞ്ചേറ്റുന്ന ഒരൊറ്റ വ്യക്തിയും ചോദിക്കാത്ത ചോദ്യമാണ് എന്റെ യേശു ചോദിച്ചത്. ദാർശനിക പ്രബോധകന്മാർക്ക്, മനസ്സിലായോ, ഫിലോസഫേഴ്സിന് ഒന്നും പറ്റാത്തൊരു ചോദ്യം എന്റെ യേശു ചോദിക്കുന്നു. ഉരുക്കുമുഷ്ടി കൊണ്ട് സാമ്രാജ്യങ്ങളെ പടുത്തുയർത്തി യുദ്ധക്കൊതിയന്മാരായി രംഗത്ത് വന്നിട്ടുള്ള ഒട്ടനവധി സമ്രാട്ടുക്കളുണ്ട്. അങ്ങ് നിമ്രോദ് മുതൽ ഇങ്ങോട്ട് അവരുടെ നിര ഒരു വലിയ നിര തന്നെയാണ്. അവരിൽ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ് നസറേത്തിലെ മരപ്പണിക്കാരനായി എന്റെ യേശു ചോദിച്ചത്. നസറേത്തിൽ നിന്ന് വന്ന തച്ചനായി എന്റെ യേശു ചോദിക്കുന്നു. കൂടി നിന്ന് 1-2 പേരല്ല, ആയിരക്കണക്കിന് ആളുകൾ. മനസ്സിലായില്ലേ? കഫർനഹൂമിന്റെ തെരുവീതികൾ, ഗലീലയുടെ തീരപ്രദേശങ്ങളിൽ, ഇസ്രായേലിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ, ഫലസ്തീനായുടെ അങ്ങ് ദാൻ മുതൽ ബേർശേബ വരെ, മഹാസമുദ്രം മുതൽ മഹാമരുഭൂമി വരെയുള്ള ഭൂമിക ചുറ്റി നടന്ന് സഞ്ചരിച്ച കൂട്ടത്തിലൊക്കെ തന്നെ
തന്റെ ലാവണ്യ വാക്കുകൾ കേൾക്കേണ്ടതിന് ഓടിയെടുത്ത ജനാവലിയോട് യേശു ചോദിച്ച ആ ചോദ്യത്തിന് ഇന്നും മറുപടി പറയാൻ ആരും നെഞ്ചുറപ്പ് കാട്ടിയിട്ടില്ല. ആ ചോദ്യം ചക്രവാള സീമകൾ തട്ടി പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? ആ ചോദ്യത്തിന്റെ പ്രസക്തി മനസ്സിലായവരാണ് യേശുവിന്റെ പിന്നാലെ ഇറങ്ങിയിട്ടുള്ളത്. ചില മതത്തിന്റെ വേലിക്കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളുടെ കർമ്മകാണ്ഡങ്ങളുടെ കർമ്മബദ്ധിതമായ സകല ഇടപാടുകളെയും പൊട്ടിച്ചുകൊണ്ട് യേശുവിന്റെ വിശ്വാസത്തിലേക്ക് ഇറങ്ങി വരാൻ കാരണം യേശു പാപമില്ലാത്തവനായതുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാൻ 8:46 മറക്കരുത്. ലൂക്കോസ് 1:35, യോഹന്നാൻ 8:46. വിശുദ്ധ ബൈബിൾ നെഞ്ചോടടുപ്പിച്ചിട്ട് അതിനെ അധികരിച്ചുകൊണ്ട്, അതിനെ ആസ്പദീകരിച്ചുകൊണ്ട്, അതിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നത് നിരുപാധികമായ അംഗീകരണമാണ്. ആരുടെ മുദ്രണത്താലോ നിർബന്ധത്താലോ അല്ല. യേശുവിന്റെ സ്വഭാവത്തിന്റെ മഹത്വം, യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കം ഉൾത്തടത്തിൽ ഏറ്റുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനോടൊപ്പം നിൽക്കുക. ഓക്കെ, മുൻപോട്ട് പോകാം. മൂന്നാമതൊരു വാക്യം കൂടെ തരാം. 3 വാക്യമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് മൂന്നാമത്തെ വാക്യം ശ്രദ്ധിക്കണം. അന്നത്തെ റോമൻ പ്രൊക്കുറേറ്ററായിരുന്ന പീലാത്തോസിന്റെ പ്രട്ടോറിയത്തിൽ യേശുവിനെ കയറ്റി നിർത്തിയിരിക്കുന്ന വിസ്താരത്തിനു വേണ്ടി. ഓക്കെ, പീലാത്തോസ് എന്ന് പറയുന്ന അന്നത്തെ റോമൻ പ്രൊക്കുറേറ്റർ എല്ലാവരോടും ചോദിച്ചു, ഇവൻ ചെയ്ത കുറ്റം എന്താണ്? എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ചൊരു ഭാഗമാണ്. ഇവൻ ചെയ്ത കുറ്റം എന്താണ്? ഇവൻ ചെയ്ത കുറ്റം ന്യായമായത് എന്താണെന്ന് പറയൂ. ക്രൂശിക്ക 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 എന്ന് നിങ്ങൾ അട്ടഹസിക്കാൻ, ആഘോഷിക്കാൻ, ആക്രന്ദനം മുഴക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായില്ലേ? ക്രൂശിക്കണോ വേണ്ടയോ? അതിന് ഞാൻ അവസാന വാക്ക് പറയാം. പക്ഷെ ക്രൂശിക്കണമെങ്കിൽ ഇവൻ ചെയ്ത കുറ്റം എന്താണെന്ന് പറയണം. അപ്പോഴവര് പടപടപടപടാന്ന് കുറ്റം പറയുവാൻ ആർജവത്വമുള്ളവരായി. ഒരാൾ പറഞ്ഞു ഇവൻ ദൈവനിഷേധിയാണ്, ദൈവമാണെന്ന് ഇവൻ പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു 46 കൊല്ലം കൊണ്ട്, വേറെ ഒരാളല്ല, ഒരു കൂട്ടം ആളുകൾ പറയുക, 46 കൊല്ലം കൊണ്ട് ഞങ്ങൾ പാടുപെട്ട് പണിത ദേവാലയം 1, 2, 3 ദിവസം കൊണ്ട് ഇവൻ പണിയുമെന്നാ പറയുക. ഇടിച്ച് 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞു. ആ വിവേകമല്ലേ അത്? ഒരു കാരണവശാലും സംഭവിക്കുന്നതല്ല. അത് പിന്നെ ജനത്തിനിടയിൽ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ വേറൊരു കൂട്ടം ആളുകൾ പറഞ്ഞു, സർ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമല്ലെന്ന് ഇവൻ പറഞ്ഞു. കൈസർക്ക് കരം കൊടുക്കരുത്, കൈസറെ ഇവൻ നിഷേധിച്ചു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഓരോരുത്തരും പറയുകയാണ്. മനസ്സിലായില്ലേ? അതൊന്നും ക്രൂശിക്കപ്പെടാനുള്ള യോഗ്യതയായ ഒരു പാപമായിട്ട് പീലാത്തോസിന് തോന്നിയില്ല. പീലാത്തോസിന് മനസ്സിലായി മതപരമായിരിക്കുന്ന ചില സംഗതികൾ ഇവന്റെ മേൽ കെട്ടിവെച്ചിട്ട് യഹൂദന്മാരുടെ ചില സ്വാർത്ഥതകൾ നിറവേറ്റേണ്ടതിന് വേണ്ടിയുള്ള ഉപായമാണിത്. വീണ്ടും പീലാത്തോസിന്റെ ചോദ്യം, അല്ല വേറെന്ത് കുറ്റമാണുള്ളത്? ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ പീലാത്തോസ് പറയുന്നൊരു കാര്യം, ഞാനുമില്ലൊരു കുറ്റവും കാണുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 19:5 വാക്യം, 19:5, 19:6 ഒരു ക്രൈസ്തവന്റെ ഉള്ളം തിളയ്ക്കുന്നൊരു വാക്യമാണ്. അവൻ നിരുപാധികം അംഗീകരിച്ചിട്ടുള്ള ക്രിസ്തുവിനെ കുറിച്ച് നിയമത്തിന്റെ അവസാന വാക്ക് വിളിച്ചു പറയുന്നു, ഇവൻ ഒരു കുറ്റവുമില്ലാത്തവന്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് യേശുവിന്റെ കുറ്റമില്ലായ്മ? അത് അനുഗ്രഹീതമായ ഒരു പ്രഖ്യാപനമാണ്. ഞാനൊരു ചിന്ത ഇടയ്ക്ക് കയറി എന്ന് പറഞ്ഞോട്ടെ. കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമല്ല എന്ന് പറഞ്ഞു, ദൈവമാണെന്ന് ഇവൻ സ്വയം പ്രഖ്യാപനം ചെയ്തു. അങ്ങനെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ എന്റെ യേശുവിന്റെ ഒരു മഹത്വം കൊല്ലകയിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്താണെന്നറിയാമോ? അവിടെ കൂടി വന്നിട്ടുള്ള ഒറ്റ മനുഷ്യനും യേശുവിനെയും യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ, ഒന്നിലധികം സ്ത്രീകളെ കുറിച്ച് ഒരു ദോഷവും ആരും പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒത്തിരി മറിയമാർ, യേശുവിന്റെ അമ്മ മറിയ, അവരെ മാറ്റി നിർത്തും, അമ്മയല്ലേ. ബാക്കി ഒത്തിരി സ്ത്രീകളുണ്ട്, നിറവും തറവും ആരോഗ്യവും അവയവ പുഷ്ടിയും ശരീര സൗന്ദര്യമൊക്കെയുള്ള ഒത്തിരി സ്ത്രീകൾ. യഹൂദ സ്ത്രീകളല്ലേ, സൗന്ദര്യത്തിന് ഒട്ടും കുറവില്ല. ദൈവത്തിന്റെ ജനമായ യഹൂദ സ്ത്രീകൾക്കുള്ള സൗന്ദര്യം പോലെ വേറെ ആർക്കുമില്ല. ഇനി അതിനകത്ത് വേറൊരു താരമുണ്ട്, ആരെന്നറിയാമോ? മഗ്ദല മറിയം. മഗ്ദല മറിയത്തെ കുറിച്ച് നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? സ്ത്രീ സൗന്ദര്യത്തിന്റെ അവസാന വാക്കാണ് മഗ്ദല മറിയം. സഹോദരിമാർക്കൊക്കെ സൗന്ദര്യം വേണമെന്ന് അവർ തന്നെ ആഗ്രഹിക്കാറുണ്ട്. അതിനുവേണ്ടിയാണല്ലോ സൗന്ദര്യ സമ്പ്രദക സാധന സാമഗ്രികൾ കൊണ്ട് അവർ അലങ്കരിക്കാൻ കണ്ണാടിയുടെ മുമ്പിലൊക്കെ എത്ര നേരം, ഒരു കാപ്പി ഇടാൻ അത്രയും നേരം നിൽക്കാറില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കാപ്പി, ചിലപ്പോൾ അതിനകത്ത് ഷെക്കൈനെ ഇറങ്ങിയൊക്കെ നമുക്ക് കുടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ അശ്രദ്ധ കൊണ്ട് കാപ്പിയും ഒക്കെ ചിലപ്പം ദോശ കരിഞ്ഞൊക്കെ ഇരിക്കാം. ആംപ്ലേറ്റ് അടിച്ചാൽ പോലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവും. എന്നാലും ഒരുങ്ങിറങ്ങുന്നതിന് ഒരു അപാകത ഉണ്ടാകത്തില്ല. ഓക്കെ, സ്ത്രീ സൗന്ദര്യബോധം അവർക്ക് ഭയങ്കരമാണ്. അതാ ഞാൻ പറഞ്ഞത്, സ്ത്രീ സൗന്ദര്യത്തിന്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് മഗ്ദല മറിയമായിരുന്നു. അതിനു മുമ്പ് അതുപോലെ സൗന്ദര്യമുള്ളൊരു സ്ത്രീയില്ല, അതിനുശേഷമില്ല എന്ന് ചരിത്രകാരന്മാർ സാക്ഷിക്കുന്നുണ്ട്. അങ്ങനെ സൗന്ദര്യധാമങ്ങൾ തന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഒറ്റ സ്ത്രീയും ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ ശത്രുതാ മനോഭാവമുള്ളവരും യേശുവിനെ കുറിച്ച് ഒരു തിന്മ പറയുന്നില്ല. ആ കരമടിച്ച കർത്താവിനെ സ്തുതിക്ക്, കരമടിച്ച കർത്താവിനെ സ്തുതിക്ക്. കരം ഉയർത്തിയല്ല, കരമടിച്ച കർത്താവിനെ സ്തുതിക്കണം. അതാണ് എന്റെ യേശുവിന്റെ ധാർമ്മിക ബോധം. ഹല്ലേലൂയ.
ഇവിടെ വമ്പൻ താരങ്ങളായിരുന്നു എന്ന് പറയുന്നവർക്കൊക്കെ ഈ വിഷയത്തിൽ 1, 2, 3, 4 എന്നൊക്കെ പലതും ചിലതും പറയാനുണ്ട്. എനിക്ക് യേശുവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. എന്റെ യേശു ഏറ്റവും വലിയ ധാർമ്മിക വിശുദ്ധിയുള്ളവനായിരുന്നു, ഏറ്റവും വലിയ സാൻമാർഗിക മൂല്യമുള്ളവനായിരുന്നു. ഈ 3 വാക്യങ്ങൾ പോരെ യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കം. പ്രബുദ്ധയുള്ള മനസ്സുകൾ ഈ വിചാരങ്ങളെ തിരിച്ചറിയണം. എന്തെങ്കിലും ഇന്ദ്രജാല മഹേന്ദ്രജാലങ്ങൾ കൊണ്ട് മാത്രമല്ല യേശുവിന്റെ പുറകെ ഞങ്ങൾ പോയത്. യേശുവിന്റെ പുറകെ ഞങ്ങൾ വളരെ അഭിമാനത്തോടെ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പൻ പഠിച്ചവരും അമ്മ പഠിച്ചവരും ഒക്കെ ഇതിനകത്തുണ്ട്. യേശുവിന്റെ പുറകെ ഇറങ്ങിയത് കൊണ്ട് വീട്ടുപടിക്ക് കയറിപ്പോകരുത്, മുട്ടുകാല് തല്ലി ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് പടിയടച്ച് പിണ്ണം വെച്ച് ഒട്ടനവധി ആളുകൾ ആത്മീയ രംഗത്തുണ്ട്. എന്നിട്ടും അവർ മടങ്ങിപ്പോകാതെ ക്രിസ്തുവിനോടൊപ്പം ഇന്നും വിശേഷവിധിയായി നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? യേശു പാപമില്ലാത്തവനായതുകൊണ്ട്, മനുഷ്യത്വത്തിൽ തിളക്കമുള്ളവനായതുകൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞ ചിന്തകൾക്ക് ആവേശത്തോടെ ഹല്ലേലൂയ പറഞ്ഞവരോട് മറ്റൊരു ചിന്ത കൂടെ പറയുമ്പോഴാണ് അതിന്റെ ഉപദേശഭാഗം പൂർണ്ണമാവുക. യേശുവിന്റെ മഹത്വത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് നിർത്തിയാൽ പോരാ. പ്രസംഗകൻ എന്ന നിലയിൽ എനിക്ക് ചില ധർമ്മകർമ്മങ്ങളുണ്ട്. യേശുവിന്റെ മഹത്വം ഇത്ര ഗംഭീരമായി നിങ്ങൾ ഏറ്റെടുത്തുവെങ്കിൽ അടുത്ത ആലോചന കേൾക്കണം. ആ യേശുവിന്റെ സെയിം ആറ്റിറ്റ്യൂഡ് വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് നമ്മിൽ ഉണ്ടായേ പറ്റത്തുള്ളൂ. യേശു എങ്ങനെയായിരുന്നു മനുഷ്യത്വം സൂക്ഷിച്ചത്, അതേ ഭാവത്തിൽ നമ്മളായേ പറ്റുകയുള്ളൂ. ഒരു വാക്യം ഞാൻ തരാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. ക്രിസ്തുവിന്റെ അതേ ഭാവം നമ്മിലും ഉണ്ടായേ പറ്റും. ക്രിസ്തു പുരുഷന്മാരോട് കാണിച്ച ഭാവം എന്തായിരുന്നു? ക്രിസ്തു സ്ത്രീകളോട് കാണിച്ച ഭാവം എന്താ? ക്രിസ്തു കുട്ടികളോട് കാണിച്ച ഭാവം എന്താ? ക്രിസ്തു അധികാരി വർഗത്തോട് കാണിച്ച ഭാവം എന്താ? ക്രിസ്തു സാധാരണക്കാരനോടുള്ള ഭാവം എന്തായിരുന്നു? മത്സ്യബന്ധനം നടത്തി ഉപജീവനത്തിനു വേണ്ടി അതിനായിട്ട് അധ്വാനിക്കുന്ന, കടലിന്റെ ഓളങ്ങളോട് മല്ലിടുന്ന ആ ഒരു കൂട്ടം ആളുകളുള്ള ക്രിസ്തുവിന്റെ ഭാവം എന്തായിരുന്നു? അവരെ ഒന്നും പാർശ്വവൽക്കരിക്കാതെ ധനികനായ ശിമോന്റെ വീടും മത്സ്യബന്ധന തൊഴിലാളികളുടെ വീടും ഒരേപോലെ യേശു പരിഗണിച്ചു. അവരുടെ വീട്ടിലും യേശു കയറി ഇറങ്ങുമായിരുന്നു. അവരോടൊപ്പം ചങ്ങാത്തമുണ്ടായിരുന്നു. ആരെയും പാർശ്വവൽക്കരിക്കാതെ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട്, കാണാതെ പോയ സകലരും രക്ഷിക്കാനാണ് ഞാൻ വന്നതെന്നുള്ള ബോധത്തോടെയാ കർത്താവിന്റെ പ്രവൃത്തികൾ. അതേ ഭാവം നമ്മിൽ ഉണ്ടായേ പറ്റൂ. അതേ ഭാവം നമ്മിൽ ഉണ്ടാകണമെങ്കിൽ യേശുവിൽ വ്യാപരിച്ച അതേ ആത്മാവ് നമ്മിൽ ഉണ്ടാകണം. റോമാലേഖനം 8-9 വാക്യം. യേശുവിൽ ഉണ്ടായിരുന്ന അതേ ആത്മാവ് നമ്മിൽ ഉണ്ടാകണം. റോമർ 8-9. അതേ ഭാവം നമ്മിൽ ഉണ്ടാകണമെങ്കിൽ യേശുവിന്റെ മനസ്സ് നമ്മിൽ ഉണ്ടായേ പറ്റൂ. വെറുതെ വിശ്വാസിയാണെന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. യേശുവിന്റെ മനസ്സുള്ള വിശ്വാസിയാകണം. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? പാപ്പച്ചൻ, കറിയാച്ചൻ, അന്നമ്മ, ജന്നമ്മ, ശോശാമ്മ, മേഴ്സി, ഷൈനി, ജെസി, എബി, മാത്യു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം. ഷിബു എന്ന് കേൾക്കുമ്പോഴും അജി എന്ന് കേൾക്കുമ്പോഴൊക്കെ അറിയാം മൂത്ത ക്രിസ്ത്യാനിയാണ്. വീട്ടുപേരെന്താ? പെനിയൽ, രഹബോത്ത്, ബഥേൽ എന്ന് കേൾക്കുമ്പോൾ അമ്പട. തെക്കേ വീട്ടിൽ, പള്ളി വീട്ടിൽ എന്നൊക്കെ കേൾക്കുമ്പോഴേ അറിയാം ക്രിസ്ത്യാനിത്വത്തിന്റെ മണമുള്ള പേരുകളാണ് വീട്ടുപേരും പിന്നെ നമ്മുടെ പേരുകളൊക്കെ. ഇത് കേൾക്കുമ്പോൾ അറിയാം ക്രിസ്ത്യാനിയാണെന്ന്. പക്ഷേ ആ പേര് കൊണ്ട് മാത്രം ക്രിസ്ത്യാനിയാകുക എന്നുള്ളതല്ല. യേശുവിന്റെ മനസ്സുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തെ തെളിയിക്കാൻ കഴിയണം. യേശുവിന്റെ മനസ്സിന്റെ പ്രത്യേകത എന്താ? സഹനത്യാഗങ്ങളുടെ മനസ്സാണ്, വിശുദ്ധിയുടെ മനസ്സാണ്, വിശ്വസ്തതയുടെ മനസ്സാണ്. കണ്ടില്ലേ? ആർദ്രതയുടെ, ദയയുടെ, കരുണയുടെ മനസ്സാണ് ക്രിസ്തുവിനുള്ളത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി നമുക്ക് മാറാൻ കഴിയണം. പാപത്തെ വെറുക്കുന്ന മനസ്സ്, പാപിയെ സ്നേഹിക്കുന്ന മനസ്സ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. തിന്മയോട് അടിമപ്പെട്ടു പോയ വ്യക്തി അതിൽ നിന്ന് കുരുക്കഴിച്ച് പുറത്തു കൊണ്ടുവരാനുള്ള മനസ്സ്, അതാണ് നമുക്ക് കാണാൻ. തന്നെ ഉപേക്ഷിച്ച് അകന്നുപോയവരെ തേടി അവരുടെ പിന്നാലെ പോകാനുള്ള അമ്മയുടെ മനസ്സ്, അപ്പന്റെ മനസ്സ്, വലിയേട്ടത്തിയുടെ മനസ്സ്, വലിയേട്ടന്റെ മനസ്സ്. ഏത് മനസ്സാ ക്രിസ്തുവിന്? പലതരം മനസ്സുകളാ ക്രിസ്തുവിൻ്റെത്. അതെല്ലാം നമ്മിൽ ഉണ്ടായി പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അത് മാത്രമാണോ? ക്രിസ്തുവിന്റെ മനസ്സ് മാത്രം പോരാ. ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് മാത്രം പോരാ. ക്രിസ്തുവിന്റെ സമാധാനം നമ്മിൽ വ്യാപരിക്കണം. ക്രിസ്തുവിന്റെ സമാധാനത്തെ കുറിച്ച് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. ഈ വാക്യമെല്ലാം വായിപ്പിച്ചു പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വിടുന്നത്. കർത്താവ് അവിടെ പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നല്ല, എടുത്തു പറയുന്നുണ്ട് എന്റെ സമാധാനം. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ക്രിസ്തുവിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളുടെ മുമ്പിൽ കുത്തിപ്പോകാത്ത, പ്രതിസന്ധികളുടെ മുമ്പിൽ ഇടറിപ്പോകാത്ത, പതറിപ്പോകാത്ത, കരുത്തോടെ നിൽക്കാൻ കഴിയുക. ഗദ്സമനയിലും ഗബ്ബഥയിലും ഗോൽഗോഥായിലും ഒരേപോലെ വളരെ അഭിമാനത്തോടെ തലയെടുപ്പോടെ നിൽക്കാൻ കഴിയുന്ന, താൻ ആക്രമിക്കപ്പെടും, മൃഗീയമായി മർദ്ദിക്കപ്പെടുമെന്ന് കണ്ടാൽ സമവായത്തിൽ ഏർപ്പെടുന്ന നിലപാടല്ല. ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങാതെ നിൽക്കാൻ കഴിയുന്ന ഒരു സമാധാനമുണ്ടല്ലോ, അതാ ക്രിസ്തുവിന്റെ സമാധാനം. നമ്മൾ ക്രിസ്തുവിന്റെ സമാധാനം എന്നൊക്കെ പാടുകയും പറയുകയും ചെയ്താലും എന്തെങ്കിലും ഒരു മൂക്കേപ്പനി വന്നാൽ നമ്മുടെ ആകെയുള്ള ഷേപ്പ് അങ്ങ് മാറുക. വായിൽ നിന്ന് ഇടതടവില്ലാതെ
പെരുമഴ പോലെ പെയ്യുന്ന 2-3 പദങ്ങളുണ്ട്. വയ്യ 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 പാസ്റ്റേ പഴയതുപോലൊന്നും. വേറൊരു പദമുണ്ട്, അയ്യോ അയ്യോ, ഇരിക്കുമ്പോരയ്യോ, എഴുന്നേൽക്കുമ്പോരയ്യോ, ചരിയുമ്പോരയ്യോ, നിവരുമ്പോരയ്യോ, അങ്ങനെ ആകപ്പാടെ മൊത്തം അയ്യോമയം ഉണ്ടോ. വയ്യ വയ്യ അതൊരു മയം, അയ്യോ അയ്യോ അതൊരു മയം. അടുത്തത് വേറൊരു പ്രയോഗമുണ്ട്, ഇല്ല ഇല്ല പാസ്റ്റേ. കഴിച്ചായിരുന്നോ? ഇല്ല. പൈസ വല്ലതും ഉണ്ടോ കയ്യിൽ? ഇല്ല പാസ്റ്റേ. ആശുപത്രി പോയോ? ഇല്ലെന്നേ. പിള്ളേരെല്ലാം വിളിച്ചു? ഓ ഇല്ലെന്നേ. കൊല്ലകെ കൺവെൻഷൻ നടക്കുന്നുണ്ട്, വരുന്നു? ഓ ഇല്ല പാസ്റ്റേ. അപ്പൊ എന്തോ ചോദിച്ചാലും ഇല്ലെന്ന് മാത്രം പറയുക. വയ്യ വയ്യ വയ്യ, അയ്യോ അയ്യോ അയ്യോ, ഇല്ല ഇല്ല ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം ഈ പദങ്ങളുടെ തനിയാവർത്തനം നമ്മിൽ ഉണ്ടാകുമ്പോൾ ഓർത്തോണം, ഏത് സമാധാനം ഇല്ല? ക്രിസ്തുവിന്റെ സമാധാനം ഇല്ല. നമുക്ക് സമാധാനം ഉണ്ടായ പോരാ, ക്രിസ്തുവിന്റെ സമാധാനം ഉണ്ടാകണം. സമാധാനം ഉണ്ടാകുന്ന സമാധാനമല്ല, അപ്പോഴും നഷ്ടപ്പെടാത്ത ഒരു സമാധാനം. കൊല്ലകയോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, മുഖത്ത് തുപ്പിയിട്ടാണോ കന്നത്തടിച്ചത്, അതോ കന്നത്തടിച്ചിട്ടാണോ മുഖത്ത് തുപ്പിയത്? ഒരു ഗ്രഹപാഠം, വെറുതെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി. എന്തായാലും ഇത്രയും പാടുപെട്ട് കേസ് ഈ പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് നല്ല അനുഗ്രഹിക്കപ്പെട്ട കസേര നിങ്ങളെ കൊണ്ട് ഇരുത്തിയില്ല. അപ്പൊ ചുമ്മാ ചിന്തിക്കുക. തുപ്പിയിട്ട് അടിച്ചോ, അടിച്ചിട്ട് തുപ്പിയോ? തുപ്പിയിട്ടാണോ അടിച്ചേ? അടിച്ചിട്ട് തുപ്പി. നിങ്ങൾ കൺഫ്യൂഷനായി എന്ന് എനിക്കറിയാം. കാർക്കിച്ച് തുപ്പിയ കട്ടക്കാഭവും തുപ്പലും മുഖത്ത് പതിഞ്ഞിരിക്കുന്നു. പിന്നാരാ അടിക്കുന്ന? ആന്റി അടിക്കുന്നവന്റെ കയ്യിൽ അത് പറ്റുകയല്ലേ? സ്തോത്രം. പക്ഷെ മത്തായി സുവിശേഷം 26-ാം അധ്യായം 67-ാം വാക്യം, മത്തായി 26:67 പറയുന്നു, അവർ അവന്റെ മുഖത്ത് തുപ്പി. പറ്റിയിട്ടുണ്ട്. അപ്പൊ തുപ്പിയിട്ട് അടിച്ചോ, അടിച്ചിട്ട് തുപ്പിയോ? ആശയക്കുഴപ്പമൊന്നും വേണ്ട. മത്തായി എഴുതിയത് തന്നെയാ കറക്റ്റ്. അടിച്ചിട്ടല്ല തുപ്പിയത്, തുപ്പിയിട്ട് തന്നെ അടിച്ചത്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് അടിച്ചു എന്നുള്ളത് അറിയണം. കൈകൊണ്ടല്ല അടിച്ചത്, കൈകൊണ്ടല്ല യേശുവിന്റെ കവളത്തടിച്ചത്. അവർ ഇസ്രായേലിന്റെ പരിശുദ്ധനെ വടികൊണ്ട് ചെകിട്ടത്തടിച്ചു. വടികൊണ്ടാ അടിച്ചത്, വടികൊണ്ട്. മറന്നു പോകരുതൊരിക്കൽ. മത്തായി കണ്ടിട്ടും മത്തായി അത് എഴുതി വെച്ചിട്ടില്ല. മർക്കോസ് കണ്ടിട്ടും മർക്കോസിന്റെ ലിഖിതത്തിൽ അതില്ല. ലൂക്കോസും യോഹന്നാനും അത് എഴുതിയിട്ടില്ല. മീഖ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യം, തന്റെ കയ്യിൽ ദൈവം പിടിപ്പിച്ച പ്രവചന നിരീക്ഷണ നാളിലൂടെ താൻ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് വടിയെടുത്ത്, വടിയെന്ന് പറഞ്ഞ ചൂരവടിയൊന്നുമല്ല, മുണ്ടത്തടിയെടുത്ത് ആ കവളത്ത് അടിക്കുകയായിരുന്നു. മീഖ 5:1 മറന്നു പോകരുത്. വിശ്വാസ ജീവിതത്തിന്റെ വഴിത്താരയിൽ നമ്മളെ ഭംഗിയുള്ളവരാക്കാൻ, പാപമോചനമുള്ളവരാക്കാൻ, രക്ഷാവസ്ത്രം ധരിപ്പിക്കേണ്ടതിന്, നിത്യനരകത്തിന്റെ ശിക്ഷാപതിയിൽ നമ്മെ തിരികെ പിടിക്കേണ്ടതിന് കർത്താവ് അനുഭവിച്ച വ്യഥകളുടെ കൂട്ടത്തിൽ വടികൊണ്ട് കവളത്ത് അടികൊണ്ടത് മറക്കരുത്. റഫറൻസ് മറക്കല്ലേ? മീഖ 5:1. ഇപ്പൊ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കും, നിങ്ങളോട് വായിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് റഫറൻസ് ഓർത്തിരിക്കണം, എവിടെയെങ്കിലും കുറിച്ച് വെക്കണം, വീട്ടിൽ ചെന്ന് മീഖ ഒക്കെ താമസിക്കുന്നത് എവിടെയാണെന്നറിയാവോ? അറിയണം. ഓക്കെ, 5-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് അവർ വടികൊണ്ട് ചെകിട്ടത്തടിച്ചു എന്നാണ് വായിക്കുക. വടികൊണ്ട് ചെകിട്ടത്തടിക്കുമ്പോ കവളല് പൊട്ടിപ്പോവും. മനസ്സിലായോ? അണപ്പല്ല് സെറ്റോടെ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. യേശുവിന് അങ്ങനെ സംഭവിച്ചു എന്നല്ല ഞാൻ പറയും. വടികൊണ്ട് അടി കൊണ്ടാൽ ഉണ്ടാകുന്ന അപായമാണ്. ആ വടിയുടെ അറ്റം കൺകോണിൽ കൊണ്ടാൽ കൺമണി കലങ്ങിപ്പോവും, ഇയർഡ്രം പൊട്ടിപ്പോവും, തലച്ചോറിന് ആഘാതമുണ്ടാവും. അത്രയ്ക്ക് വ്യഥയാണ് വടികൊണ്ട് ചെകിട്ടത്ത് അടി കൊണ്ടാൽ. ഇതൊക്കെ അനുഭവിച്ച ശേഷമാണ് ഇത്ര വലിയ രക്ഷ നമുക്ക് സൗജന്യമായി നൽകിയത്. ഹല്ലേലൂയ. ആ കർത്താവിനെ മറന്നു പോകരുത്. പീലാത്തോസ് വിളിച്ചു പറയുന്നു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. കുറ്റമില്ലാത്തവനായ യേശു പരമയാഗമായതിന്റെ കാരണം എന്താ? നമ്മുടെ സകല കുറ്റങ്ങളും ഏറ്റെടുത്തുകൊണ്ട്, പാപങ്ങൾ തന്റെ ജഡശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മരണപ്പെടേണ്ടതിന് വേണ്ടിയാ. അങ്ങനെ വരുമ്പോൾ കുറ്റമുള്ളവനല്ല മരണപ്പെടേണ്ടത്, ഊനമില്ലാത്തവൻ തന്നെ മരണപ്പെടണമായിരുന്നു. ഒരു ദൈവശാസ്ത്രത്തിന്റെ ബോധം ഞാൻ പറയട്ടെ. ഇവരിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, ആ മനുഷ്യനിതാ എന്നൊരു പ്രയോഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം വാക്യം നോക്കണം. ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞിട്ടാ പറയുക, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ആ മനുഷ്യൻ ഇതാ എന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഒരു ചോദ്യമുണ്ട്, മനുഷ്യ നീ എവിടെ? അത്യുന്നതനായ ദൈവത്തിനൊരു ചോദ്യമാണ്, മനുഷ്യ നീ എവിടെ? നഗ്നനാക്കപ്പെട്ടവൻ അരയാടെ ഉണ്ടാക്കി അതാകപ്പാടെ നഗ്നത മറയ്ക്കുവാൻ പര്യാപ്തമല്ലാതെ ഉണങ്ങിച്ചുരുണ്ട് വല്ലാത്ത പരുവത്തിലായി എന്നുള്ള വസ്തുത ദൈവത്തിനറിയാം. അങ്ങനെ നഗ്നത മറയ്ക്കാൻ പാടുപെട്ടവൻ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ളതും സർവജ്ഞാനിയായ ദൈവത്തിനറിയാം. അപ്പൊ പിന്നെ മനുഷ്യ നീ എവിടെ എന്ന ചോദ്യത്തിന്റെ പ്രസക്തി എന്താ? ആദമേ നീ എവിടെ? നല്ല ചോദ്യം. പിന്നെന്താ ചോദ്യം?
മനുഷ്യ നീ എവിടെ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത, വിയർപ്പില്ലാത്ത, വിങ്ങലില്ലാത്ത, ദോഷമില്ലാത്ത, വേദനയില്ലാത്ത, ഈ പറയപ്പെട്ട പാപാനന്തരഫലമായ യാതൊന്നും അനുഭവിക്കേണ്ടാത്ത വിധം പക്വതയുള്ള, പാകതയുള്ള, അറിവിന്റെ തികവുള്ള, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയുള്ള, തേജസ്സിന്റെ മഹിമയുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇവിടെ ആക്കിയിരുന്നു. അവൻ എവിടെ എന്ന ചോദ്യം. ലളിതമായി പറഞ്ഞാൽ പാപമില്ലാത്ത ഒരുവനെ ഞാൻ ഇവിടെ ആക്കി. അവൻ എവിടെ എന്ന. കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നവൻ പാപിയാണെന്ന് അറിയാം, ദൈവത്തിനറിയാം. അവനെയല്ല ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത്, പാപമില്ലാത്തവനെയാണ്. ആ ചോദ്യത്തിന്റെ മറുപടി കിട്ടാൻ പുസ്തകം മുഴുവനും പരതണം നമ്മൾ. വമ്പൻ സങ്കീർത്തനങ്ങൾ എഴുതിയ സങ്കീർത്തനക്കാർക്കോ, പ്രവചന ഗ്രന്ഥങ്ങൾ ചമച്ച പ്രവാചക വരേണ്യന്മാർക്കോ, ന്യായാധിപ ശ്രേഷ്ഠന്മാർക്കോ, രാജപ്രമുഖന്മാർക്കോ ഒന്നും മറുപടി പറയാൻ പറ്റാത്ത നീ എവിടെ, മനുഷ്യ നീ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തമവും ഉദാത്തവും ഉന്നതവും ഉത്കൃഷ്ടവുമായ മറുപടി പറയുന്നത് പീലാത്തോസാണ്. പീലാത്തോസ് പറയുന്നു, ആ മനുഷ്യനിതാ, ആ മനുഷ്യനിതാ. ഏത് മനുഷ്യൻ? അത്യുന്നതനായ ദൈവമേ, അങ്ങ് പണ്ട് തോട്ടത്തിൽ ഇറങ്ങി വന്നൊരു മനുഷ്യനെ തപ്പിയില്ലേ? കിട്ടിയില്ലല്ലോ. ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലല്ലോ. ഉത്തരം പറഞ്ഞത് വികലനായൊരു മനുഷ്യനല്ലേ? അതല്ലല്ലോ താങ്കൾ ചോദിച്ച ചോദ്യം. മനുഷ്യ നീ എവിടെ എന്നുള്ള ചോദ്യമല്ലേ ചോദിച്ചത്. ഞങ്ങൾ ഇന്നലെ തോട്ടത്തിൽ നിന്ന് ഒരുത്തനെ പിടിച്ചുകൊണ്ട് വന്ന് തിരിച്ചും മറിച്ചും ഇട്ട് വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കണ്ടുപിടിച്ചില്ല. കുറ്റമില്ലാത്ത ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ, ദയ നിൽക്കുന്നു അവൻ. അതാണ് ക്രിസ്തു. ഹല്ലേലൂയ. യേശു കുറ്റമില്ലാത്തവനാണെന്ന് പീലാത്തോസ് മനസ്സിലാക്കിയിട്ട് അടുത്ത വാചകം, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. സ്തോത്രം. അത് ആലയത്തിൽ കേൾക്കുന്ന മഹത്തായിരിക്കുന്ന ഒരു വാചകമാണ്. യാഗത്തിനു വേണ്ടി കൊണ്ടുവന്നതായിരിക്കുന്ന ആട്ടുകുറ്റനെ, കാളക്കുറ്റനെ നന്നായി പരിശോധിച്ചിട്ട് കുറ്റമില്ലെന്ന് കണ്ടാൽ, ഒരു കുറ്റവും ഇല്ലെന്ന് കണ്ടാൽ, പരിശോധനാ വിഭാഗത്തിന്റെ മേധാവിയായിരിക്കുന്ന പക്വതയുള്ള ഇരുത്തം വന്ന പുരോഹിതൻ കയ്യിൽ കത്തിയുമായി നിൽക്കുന്ന പുരോഹിത കൂട്ടത്തെ നോക്കി പറയുന്നൊരു വാചകമുണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങൾ ഇതിനെ പരിശോധിച്ചു, ഒരു കുറ്റവും കണ്ടില്ല, നിങ്ങൾ ഇതിനെ കൊണ്ടുപോയി അറുക്കുവീൻ എന്ന് പറയും. ആ വാചകത്തിന്റെ തനിയാവർത്തനമാണ് പീലാത്തോസ് പറയുന്നത്. ഞങ്ങൾ പരിശോധിച്ചു, ഒരു കുറ്റവുമില്ല, യാഗമാക്കപ്പെടാൻ ഇവൻ തന്നെ യോഗ്യൻ, പാപപരിഹാരത്തിന് യോഗ്യൻ ഇവൻ തന്നെ. പൊരുൾ മനസ്സിലായവർക്ക് സ്വതന്ത്രം പറയാൻ പറ്റുള്ളൂ. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പാപമില്ലാത്തവൻ. റോമാലേഖനം 2 കൊരിന്ത്യ ലേഖനം 5-ാം 21-ാം വാക്യം. 2 കൊരിന്ത്യർ 5:21. പാപമില്ലാത്തവനെ, പാപമറിയാത്തവനെ, പാപം ചെയ്യാത്തവനെ നമുക്ക് വേണ്ടി ദൈവം പാപം ആക്കുകയായിരുന്നു. 2 കൊരിന്ത്യർ 5:21 നമ്മുടെ ക്രൈസ്തവ ഉപദേശങ്ങളിൽ ഏറ്റവും സവിശേഷമായ ദ ഗ്രേറ്റ് ബൈബിൾ ട്രൂത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന വാക്യമാണ് 2 കൊരിന്ത്യർ 5:23 വാക്യം. ഓക്കെ, അപ്പോൾ യേശു കുറ്റമില്ലാത്തവൻ, യേശു കുറ്റമില്ലാത്തവൻ സകലത്യാഗങ്ങളുടെ അനുഗ്രഹീതമായ വഴിത്താരകളിലൂടെ, കനൽ വഴികളിലൂടെ നടന്നിട്ടും വാക്കുകൊണ്ടുപോലും ഒരു കുറ്റവും ചെയ്യാത്ത യേശു. അപ്പൊ യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കത്തെക്കുറിച്ച് ഞാൻ 2 കാര്യം പറഞ്ഞു. ഇനി ദൈവത്വത്തിന്റെ മഹത്വത്തെക്കുറിച്ച് കൊല്ലക കേൾക്കണം. യേശു ഒരു സാധാ പ്രവാചകൻ മാത്രമല്ല, യേശു ഒരു നബി മാത്രമായിരുന്നില്ല, യേശു ഒരു മത അധ്യക്ഷൻ മാത്രമായിരുന്നില്ല, യേശു സാക്ഷാൽ സത്യദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്ന യേശുവിന്റെ ദൈവത്വത്തെ? ഹല്ലേലൂയ. രോഗിക്ക് സൗഖ്യം കൊടുക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർ എന്ന നിലയിൽ മാത്രം ക്രൈസ്തവർ പലരും യേശുവിനെ കാണാറുണ്ട്. യേശുവിന്റെ ഉപദേശങ്ങളോട് വലിയ താല്പര്യമില്ല. യേശു മുഴ മാറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ മുഴയും കൂടെ മാറ്റണേ. വീക്കം തക്കം മുട്ടൽ ചതവേ പൊള്ളൽ, ഇതിന് സൗജന്യമായി ചികിത്സ യേശു തരുന്നുണ്ടെങ്കിൽ പൊന്നു ഭാഷ എനിക്കുവിടെ എന്ന് പ്രാർത്ഥിച്ചേക്കണേ. കൺവെൻഷനിൽ ഒരു വലിയ ജനത്തിരക്ക് കാണാറുണ്ട്. ഇങ്ങനെയുള്ള ഉദ്ദിഷ്ട കാര്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി യേശുവിൽ നിന്ന് അങ്ങനെയുള്ള ചില കാര്യപരിപാടികളുടെ നിർവഹണം മാത്രമല്ല, യേശുവിനെ നമ്പേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നറിയാമോ? യേശു സാക്ഷാൽ ദൈവമാണെന്നുള്ള ബോധത്തോടെയാണ്. യേശുവിന്റെ ദൈവത്വം അംഗീകരിച്ചവരുടെ പ്രഖ്യാപനം എന്താണെന്നറിയോ? ദൈവത്വം അംഗീകരിക്കാതെ യേശുവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സൗജന്യമായി സൗഖ്യമോ വിടുതലോ സാമ്പത്തികമോ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ വിഷയത്തിനും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞ് തിരക്ക് കൂട്ടാറുണ്ട്. ഏത് ദൈവദാസന്റെ കൈയുടെ കീഴിൽ തല കൊണ്ട് കൊടുക്കാൻ വേണ്ടി അവരങ്ങനെ ജാഗ്രതയോടെ നിൽക്കുന്നവരുണ്ട്. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഈ പോരാട്ടത്തിൽ നിന്ന് വിടുതൽ കിട്ടിയാൽ ഞങ്ങൾ കുടുംബമായി നിങ്ങളുടെ പള്ളിയിലോട്ട് വരാനാണ് എന്നൊക്കെ പറയുന്ന അങ്ങനെ നിർദ്ദേശം വയ്ക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അതിനുവേണ്ടി 2 കുടുംബത്തെയും കൂടെ കിട്ടുമെങ്കിൽ ഉപവാസം ഇരുന്ന് ചത്ത് കിടന്ന് പ്രാർത്ഥിക്കാൻ ദൈവദാസന്മാരും കൂടെ തയ്യാറാകും. അവരും കൂടെ വന്നാൽ പിന്നെ ഒരു ഓളമുണ്ടല്ലോ എന്നുള്ളത്, കർത്താവെ വിടുവിക്കണേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ യേശുവിന്റെ ദൈവത്വം അകത്ത് കിട്ടിയ വ്യക്തികളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവർ പറയുന്നൊരു കാര്യം, കർത്താവ് ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഇതിന് സൗഖ്യം തന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ കർത്താവിനെ മാത്രമേ സേവിക്കുകയുള്ളൂ. ആ ബോധ്യമുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട് ഇവിടെ? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓക്കെ, യേശുവിന്റെ ദൈവത്വത്തിന്റെ 1, 2, 3, 4 ചിന്തകൾ ഞാൻ പറയാം. കൊല്ലക കേൾക്കണം. യേശു ദൈവമല്ല എന്ന്
പഠിച്ചു വെച്ചിട്ടുള്ളവരും അങ്ങനെ പഠിപ്പിക്കുന്നവരുമൊക്കെ വേദപുസ്തകത്തെ നിഷേധിക്കുന്നവരാണ്. വേദപുസ്തക നിഷേധത്തിന് മറുപടി പറയുക എന്നുള്ളത് ഞങ്ങളുടെ പൊതുപ്രസംഗത്തിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് ഓർത്തോണം, യേശു ദൈവമാണ്. എങ്ങനെയുള്ള ദൈവം? യേശുവിനെ കുറിച്ച് പൊതുവായി ഞാൻ കുറെ കാര്യങ്ങൾ പറയാം. ആ ചിന്തകൾ നിങ്ങൾ മറന്നു പോകരുത്. യേശുവിനെ കുറിച്ച് അഭിമാനത്തോടെ ഞങ്ങൾക്ക് ഏത് സ്ഥലത്തും, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഭിന്നമത രാഷ്ട്രീയ സംസ്കാര ജാതി അനുഭവങ്ങൾ ഉറഞ്ഞുതുള്ളുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഏതിടത്ത് നിന്നുകൊണ്ടും ഏത് കവലെ നിന്നുകൊണ്ടും മുമ്പോട്ട് വീണി ചാകണ്ട വന്നാലും പറയുവാൻ ഞങ്ങൾ കാണിക്കുന്ന ഒരുമാതിരി ധൈര്യത്തോടെയുള്ള ചില വാചകങ്ങൾ ഞാൻ കൊല്ലകയോട് പറയാം. ശ്രദ്ധിക്കണം. ആ വാചകത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ വിശദീകരണം തരാനും കൂടി ഒരുക്കമാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അന്തരീക്ഷത്തിലൂടെ പറന്ന് അടുത്ത നാട്ടിലേക്ക് പോവുകയല്ല, ഇതിലെ തന്നെ ഉണ്ടാകും ഞങ്ങളൊക്കെ. അതുകൊണ്ട് ഈ വാചകങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. യേശുവിനെ കുറിച്ച് പൊതുവെ ഞങ്ങൾക്ക് പറയാനുള്ളത്, യേശു ദൈവങ്ങളുടെ കൂട്ടത്തിലൊരു ദൈവമല്ല, ഏക സത്യ ദൈവമാണ്. രണ്ടാമത്തെ വാചകം കേൾക്കണം. യേശു കർത്താക്കന്മാരുടെ കൂട്ടത്തിലൊരു കർത്താവല്ല, ഏക കർത്താവാണ്. മൂന്നാമത്തെ വാചകം, യേശു രക്ഷകന്മാരുടെ കൂട്ടത്തിൽ രക്ഷകനല്ല, ഏക രക്ഷകനാണ്. സ്തോത്രം. സ്തോത്രം അത്രയും താളത്തിൽ മതിയോ? ആയിക്കോട്ടെ. കൊല്ലകയുടെ ആരോഗ്യത്തിനുള്ള സ്തോത്രം മതി. സ്തോത്രം. ഞാനായിട്ട് നിർബന്ധിക്കുന്നില്ല. പത്തനാപുരത്തിന്റെ സ്തോത്രം കൊല്ലകയുടെ സ്തോത്രം രണ്ടും രണ്ട് താളമായിരിക്കാം. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. മൂന്ന് കാര്യം മറക്കരുത്. യേശു ദൈവങ്ങളുടെ കൂട്ടത്തിലൊരു ദൈവമല്ല, ഏക സത്യ ദൈവമാണ്. യേശു കർത്താക്കന്മാരുടെ കൂട്ടത്തിലൊരു കർത്താവല്ല, ഏക കർത്താവാണ്. യേശു രക്ഷകന്മാരുടെ കൂട്ടത്തിൽ രക്ഷകനല്ല, ഏക രക്ഷകനാണ്. യേശു അവതാരങ്ങളുടെ കൂട്ടത്തിലൊരു അവതാരമല്ല, ഏക അവതാരമാണ്. യേശു മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിലൊരു മധ്യസ്ഥനല്ല, ഏക മധ്യസ്ഥനാണ്. യേശു ആരാധ്യന്മാരുടെ കൂട്ടത്തിലൊരു ആരാധ്യനല്ല, ഏക ആരാധ്യനാണ്. യേശു പരിശുദ്ധന്മാരുടെ കൂട്ടത്തിലൊരു പരിശുദ്ധനല്ല, ഏക പരിശുദ്ധനാണ്. യേശു നായകന്മാരുടെ കൂട്ടത്തിലൊരു നായകനല്ല, ഏക നായകനാണ്. ഹല്ലേലൂയ. യേശു യോഗ്യന്മാരുടെ കൂട്ടത്തിലൊരു യോഗ്യനല്ല, യേശു ഏക യോഗ്യനാണ്. യേശു ന്യായാധിപന്മാരുടെ കൂട്ടത്തിലൊരു ന്യായാധിപനല്ല, യേശുവാണ് ഏക ന്യായാധിപൻ. ഒത്തിരി വഴിയുള്ളതിന്റെ കൂട്ടത്തിലൊരു വഴി അല്ല യേശു, യേശുവാണ് ഏക വഴി. ഹല്ലേലൂയ. ഒത്തിരി വീണ്ടെടുപ്പുകാരൻ കച്ചകെട്ടി നിപ്പുണ്ടാകാം, ആ കൂട്ടത്തിലൊരു വീണ്ടെടുപ്പുകാരനല്ല, യേശുവാണ് ഏക വീണ്ടെടുപ്പുകാരൻ. ഈ ചിന്തകളെ അംഗീകരിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുക. കൊല്ലകയിൽ യേശുവിന്റെ നാമം ഉയരട്ടെ. യേശുവല്ലാതെ ഈ പറഞ്ഞ അനുഗ്രഹീതമായ ഔന്നത്യങ്ങൾ വേറെ ആർക്കുമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കേസിയോടുള്ള അദമ്യമായ ആഗ്രഹം, കേസിയുടെ അനുഗ്രഹീതമായ പ്രയത്നത്തോട് ഞങ്ങൾ ഏകീഭവിച്ചുകൊണ്ട് പ്രസംഗകർ ഞങ്ങൾ യേശുവിനെ ഇവിടെ ഉയർത്തുന്നത്. ഗോലിയാത്തിനോടും ദാവീദിനോടൊക്കെ വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞിട്ട് യേശുവുമായിട്ട് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. സന്തോഷമാണോ? ഹല്ലേലൂയ. യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് ചില വാക്യങ്ങൾ വേഗം പറയാം. സ്തോത്രം. നിങ്ങളുടെ വാച്ചെല്ലാം ഇന്ന് രാത്രി തെറ്റിയാണ് ഓടുന്നതെന്ന് ഓർത്തോണം. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു, റിമോട്ട് ഉണ്ടായിരുന്നു. വാച്ചെല്ലാം തെറ്റിയാണ് ഓടുന്നത്. ഇന്ന് രാത്രി ആകപ്പാടെ നേരെ ഓടുന്ന ഒരേ ഒരു വാച്ച് എൻ്റെ വാച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ നോക്കി ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ വാച്ച് നോക്കരുത്. വേദോസം കൊണ്ടുവരാതെ വാച്ചും കെട്ടി വന്നിട്ടുള്ള പുള്ളികളുണ്ട് ഇവിടെ. അപ്പൊ പിന്നെ ഒന്നും പറഞ്ഞാൽ രക്ഷയില്ല. എന്നാലും ശ്രദ്ധിക്കൂ, യേശുവിന്റെ ദൈവത്വത്തിന്റെ ചില വാക്യങ്ങൾ തരാം, ശ്രദ്ധിച്ചു കേട്ടോണം. യേശു സാധാ ദൈവമല്ല, യേശു മഹാദൈവമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? തീത്തോസിന്റെ ലേഖനം 2:12. മമ്മിമാർ, ആന്റിമാർ എല്ലാവരും ശ്രദ്ധിച്ചോണം. പപ്പമാരൊക്കെ ശ്രദ്ധിച്ചോണം. പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കളൊക്കെ ശ്രദ്ധിച്ചോണം. യേശുവിനെ അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് തീത്തോസ് 2:12. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു. ഓഹോ, യേശുവിനെ പ്രാർത്ഥന അഭിസംബോധന ചെയ്യുമ്പോൾ യേശു 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 എന്ന് പറഞ്ഞാൽ ആ മരപ്പണിക്കാരന്റെ ഒരു ചിത്രമേ മനസ്സിൽ വരുള്ളൂ. സൺഡേ സ്കൂൾ പഠിപ്പിച്ചപ്പോൾ കളർ ചിത്രമൊക്കെ തന്ന ഒരു യേശുവിനെ ഓർമ്മയില്ലേ? അതല്ല സത്യത്തിൽ ക്രിസ്തു യേശു. ഹല്ലേലൂയ. കർത്താവായ ക്രിസ്തു യേശു. ആ യേശുവിനെ കുറിച്ച് പറയുന്ന തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്നത് മഹാദൈവമാണ്. എങ്ങനെയുള്ള ദൈവമാ? അങ്ങനെയാണെങ്കിൽ കൊല്ലകയോട് ഞാൻ പറയാം, മഹാദൈവമാണെങ്കിൽ മഹാകാര്യങ്ങൾ പ്രവർത്തിക്കും വ്യക്തിപരമായ ജീവിതത്തിൽ. മുടങ്ങിപ്പോയി, അടഞ്ഞുപോയി, ഇനി എഴുന്നേക്കത്തില്ല, ദുർവ്യാധി പിടിച്ചു, കിടപ്പിലായി പോയി, ഇനി മുൻപോട്ട് പോകത്തില്ല എന്നൊക്കെ ഉള്ള വിചാരങ്ങൾക്ക് ഇന്ന് രാത്രി വിരാമമിട്ടുകൊണ്ട് തൻ്റെ ഇടത്തോടെ ചിന്തിക്കണം. എൻ്റെ കർത്താവ് മഹാദൈവമാണ്, എനിക്ക് മഹാകാര്യങ്ങൾ ചെയ്യും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മഹാകാര്യങ്ങൾ ചെയ്യും. എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മഹാകാര്യങ്ങൾ ചെയ്യും. എൻ്റെ ആയുസ്സിന് വേണ്ടി, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മഹാകാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒറ്റ ദൈവമേ ഉള്ളൂ, അത് ക്രിസ്തു തന്നെയാണ്. മഹാദൈവം എന്ന വാക്യം, മഹാദൈവം എന്ന വാചകം, മഹാദൈവം എന്ന വേദസൂക്തം മറന്നു പോകരുത്. അപ്പൊ യേശുവിന്റെ ദൈവത്വത്തിന്റെ ഒന്നാമത്തെ തെളിവ പറഞ്ഞത് മഹാദൈവമാണ്.
ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരും കേട്ടോണേ. മഹാദൈവം ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളിലും സംഘർഷങ്ങളിലും ജോലി ചെയ്യുന്ന മേഖലകളിലുള്ള ഹരാസ്മെന്റ്, നാളെ ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ പറഞ്ഞ് വെറും കൈയോടെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്ന ചില പോരാട്ടങ്ങളൊക്കെ ഉണ്ടാകാം. അവിടോട്ട് അയച്ചത് അമ്മാച്ചനും കൊച്ചപ്പനും ചിറ്റപ്പനും മച്ചാനും മച്ചമ്പി ഒന്നുമല്ല. നിന്നെ അവിടെ കൊണ്ടുപോയത് മഹാദൈവമാണ്. മഹാദൈവമാണെങ്കിൽ നിന്നെ നിർത്താൻ ആ മഹാദൈവത്തിന് കഴിയും. നിന്നെ വെറും കൈയോടെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്ന ഒരൊറ്റ വ്യക്തികൾക്ക് നിന്റെ മേൽ ഒരു കർത്തൃത്വം ചെയ്യാൻ പറ്റില്ല. ഒരു മഹാദൈവത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മനസ്സിൽ വിങ്ങുന്ന വേദനകളുടെ കെട്ട് ഇന്ന് രാത്രി അഴിഞ്ഞു മാറിയിട്ട് കൊല്ലകയിലുള്ള കൂടി വന്ന ദൈവമക്കൾ ഒരുമിച്ച് താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണ് തുടച്ച് ഇന്ന് രാത്രി ആത്മാവിൽ ദൈവത്തെ ഒന്ന് ആരാധിക്കുക. വിഷമതകളുടെ ആ നെഞ്ചകത്തിൽ നിന്ന് വിഷമതകളുടെ ഭാണ്ഡക്കെട്ടൊന്ന് ഇറക്കി വെച്ചിട്ട് ഈ മഹാദൈവമായിട്ട് കൈ കൊടുക്കുക സുഹൃത്തേ. കർത്താവ് അത്ഭുതം ചെയ്യാനിടയാകും. ഇന്ന് രാത്രി ഈ വെള്ളക്കസൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഭംഗിയാർന്ന മേലാപ്പിന് കീഴിലിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവർ ഓർത്തോണം, യേശു മഹാദൈവമാണ്. അതുകൊണ്ട് അവൻ വിശ്വസിക്കണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് മറന്നു പോകരുത്. യേശുവിന്റെ വിഭവശേഷി എന്താ, യേശുവിന്റെ ആസ്തി എന്താ, യേശുവിന് എല്ലാവരും വിശ്വസിക്കുമ്പം യേശുവിന്റെ പ്രത്യേകത എന്താണെന്നറിയണം. ഒന്ന്, മഹാദൈവമാണ്. രണ്ടാമത് കേൾക്കണോ, യേശു എങ്ങനെയുള്ള ദൈവമാ? വെളിപ്പാട് പുസ്തകം 1:8 വാക്യം. വെളിപ്പാട് 1:8. വെളിപ്പാടിലെത്തിയത് കൊണ്ട് പ്രസംഗം തീരാൻ പോകുന്നൊന്നും ചിന്തിക്കരുത്. വെളിപ്പാട് മുതൽ ഇങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ് ഞാൻ. ഓക്കെ, റിവേഴ്സ് ചെയ്യാൻ പോവുക. വെളിപ്പാടിൽ പ്രസംഗം കൊണ്ടെത്തുമ്പോൾ തീരാൻ പോവായിരിക്കും എന്ന് ചിന്തിക്കേ വേണ്ട. വെളിപ്പാട് മുതൽ അങ്ങോട്ട് ഉൽപ്പത്തി വരെ ഇനി നമ്മൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. ഓക്കെ, വെളിപ്പാട് 1:8 പറയുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി, ബാക്കി പറ, സർവശക്തിയുള്ള ദൈവം. എങ്ങനെയുള്ള ദൈവമാ കർത്താവ്? യേശുവിന്റെ ദൈവത്വത്തിന്റെ മഹത്വം എത്ര ഗംഭീരമാന്ന് നോക്ക്. ശക്തിയുള്ള ദൈവം എന്നല്ല, പിന്നെ സർവശക്തിയുള്ള ദൈവം. സർവശക്തി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നിനോട് തുലനപ്പെടുത്താൻ കഴിയാത്ത വിധം ശക്തിയുടെ സവിശേഷതകളുള്ളത്. മനുഷ്യന്റെ ബുദ്ധി ഊർമ്മത കൊണ്ട് അവൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ സകല യന്ത്രങ്ങൾ കുതിര ശക്തിയിലാണ് നിർണ്ണയിക്കപ്പെടുക. 1 കുതിര, 2 കുതിര, 10 കുതിര, 1000 കുതിര, 1,00,000 കുതിര, കോടിക്കുതിര ശക്തിയിലാണ് ഓരോ യന്ത്രങ്ങളും നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ എന്റെ കർത്താവിന്റെ ശക്തി അങ്ങനെയൊന്നും നിർണ്ണയിക്കാൻ കഴിയാത്ത വിധം എന്ന് പറഞ്ഞാൽ താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്ത വിധം. അതാണ് എബ്രായ പദം പാൻഡക്രീറ്റോൺ. അതാണ് ഗ്രീക്ക് വേർഡ് പാൻഡക്രീറ്റോൺ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതുല്യമായ ശക്തി. ഇംഗ്ലീഷുകാരൻ അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഓംനിപോട്ടന്റ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ പറയുന്നു സർവശക്തി. അതിന്റെ ആശയം എന്താണെന്നറിയാമോ? അസാധ്യതകളെ സാധ്യമാക്കാൻ കഴിയുന്നവൻ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് അസാധ്യമാണ്, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, പക്ഷേ എൻ്റെ കർത്താവിനെ കൊണ്ട് കഴിയും? അങ്ങനെ വിശ്വസിക്കണം. ആ കർത്താവിൻ്റെ ആ മഹത്തായ വല്ലഭത്വമാണ് തൻ്റെ ദൈവത്വത്തിൻ്റെ സവിശേഷമായൊരു തെളിവ്. നിന്ന് പ്രസംഗിക്കാൻ നേരമില്ലല്ലോ. അടുത്ത വാചകം ശ്രദ്ധിക്കണേ. യേശുവിന്റെ ദൈവത്വത്തിന്റെ വേറൊരു വാക്യം തരാം. അതങ്ങ് റോമർ 9:5 കിടക്ക്. റോമാലേഖനം 9:5 വാക്യം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ക്രിസ്തു സർവ്വത്തിനും മീതെ ദൈവമാണ്. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? ക്രിസ്തു എങ്ങനെയുള്ള ദൈവമാണ്? ഏതോ 1-2 വകുപ്പിന് മീതെയല്ല, സർവ്വത്തിനും മീതെ. ഹാലേ, റോമർ 9:5 വാക്യം, സർവ്വത്തിനും മീതെ. അപ്പൊ പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെ അങ്ങ് തുടങ്ങും. പിശാച് കേട്ട് ഞെട്ടണം. ഈ വാക്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, നമ്മളത് കണ്ടിട്ടില്ലെന്നുള്ളതാ പിശാചിന്റെ ഒരു വലിയ സന്തോഷം. ഇതുവരെ ഈ പുത്തകം ചുമന്നുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് 10-25 കൊല്ലമായി. റോമർ 9:5 ഇതുവരെ വന്നിട്ടില്ല. അതാ പിശാചിന്റെ വിജയം. റോമർ 9:5 അങ്ങ് പഴക്കമുള്ള വാക്യമാകണം. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? സർവ്വത്തിനും മീതെ ദൈവമാണ്. വിശ്വസിക്കുന്നുണ്ടോ? സകല ശക്തികൾക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും വാഴ്ചകൾക്കും മീതെയല്ല, അത്യന്തം മീതെ. അതും പറഞ്ഞിട്ട് ഭാഷയുടെ അപാരത പൗലുസിനുള്ളത് കൊണ്ട് പൗലുസ് പിന്നെ പറയും സർവ്വത്തിനും മീതെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയുക സർവ്വത്തെയും അവന്റെ കാൽ കീഴെ ആക്കി. എന്നിട്ടും പറയുകയാണ് അവനെ സർവ്വത്തിനും മീതെ താലയാക്കി. ഹല്ലേലൂയ. എന്നിട്ടും പറയുക ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ളതിലും അവൻ തന്നെ താല. ഇവിടെ ചില ആധിപത്യങ്ങളൊക്കെ ഈ ലോകത്തിൽ മാത്രമേ ഉള്ളത്. ഇവിടെ മാത്രമേ ഉള്ളൂ നിന്റെ മിടുക്ക്, ഇവിടെ മാത്രമേ ഉള്ളൂ നിന്റെ നെഞ്ചി വിരിവ്. പക്ഷെ സകലത്തെയും കൂട്ടിലാക്കി തന്റെ കാൽ കീഴെയാക്കിയിട്ട് ആധിപത്യം വഹിക്കാൻ പോവുകയാണ് എന്റെ കർത്താവ്. അധികം താമസം പിന്നെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ, കരങ്ങൾ ഉയർത്തി. സർവ്വത്തിനും മീതെ. ഇവിടെ കൂടി വന്നിട്ടുള്ള ദൈവമക്കളോട് ഞാനൊരു ആത്മീക ചിന്ത പറയട്ടെ. സർവ്വത്തിനും മീതെയാണ് കർത്താവ് എങ്കിൽ ഓർത്തുകൊള്ളണം, അനുഭവിക്കുന്ന സകല വിഷമതകൾക്കും മീതെ വിടുതലായിട്ട് അവനുണ്ട്. സർവ്വത്തിനും മീതെയാണ് കർത്താവെങ്കിൽ താങ്കൾ അനുഭവിക്കുന്ന ശാരീരിക വ്യതകൾക്ക് മീതെ കർത്താവുണ്ട്. സർവ്വത്തിന് മീതെയാണ് കർത്താവെങ്കിൽ താങ്കളുടെ ക്യാൻസറിന് മീതെ കർത്താവ് വിടുതലായിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
വൈദ്യശാസ്ത്രം കണ്ടെത്തി 1ാം സ്റ്റേജ് കഴിഞ്ഞു, 4ാം സ്റ്റേജിലേക്ക്, 5ാം സ്റ്റേജിലേക്കൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പെടുത്തുമ്പോൾ, സ്കാനിങ് റിപ്പോർട്ട് ഡോക്ടർ പൊരുൾ തിരിച്ചു തരുമ്പോൾ നമ്മുടെ ആകെയുള്ള ആരോഗ്യം നഷ്ടപ്പെടുക. പക്ഷെ റോമർ 9:5 കൊണ്ട് അതിനെ പരിഹരിക്കാൻ കഴിയണം. എത്രാമത്തെ സ്റ്റേജ് ആയാലും ഞാൻ പേടിക്കുന്നില്ല, എന്റെ കർത്താവ് അതിന് മീതെ ദൈവമാണ്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ച് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർ കർത്താവിനെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള ദൈവികമായ ആലോചനകളെ പഠിക്കണം. സർവ്വത്തിനും മീതെ, ആമേൻ, സകല കടഭാരങ്ങൾക്കും മീതെ. ഒരു തുണ്ട് പേപ്പർ എടുത്ത് കൊടുത്തു വിട്ടാനുള്ള പൈസ എല്ലാം കൂടി എഴുതി കൂട്ടി ഗുണിച്ച് ഹരിച്ചു നോക്കിയാൽ അന്തം വിട്ടുപോകും. 3,000 രൂപ എനിക്ക് കടമുണ്ടല്ലോ എന്നോർത്ത്. പക്ഷെ പേടിക്കരുത്, അതിന് മീതെ ദൈവമാണ് കർത്താവ്, അതിന് മീതെ ദൈവമാ. അങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ വാക്യങ്ങൾ ഒത്തിരി പറയാനുണ്ട്. സത്യദൈവമാ 1 യോഹന്നാൻ 5:20 പറയുന്നു, സത്യദൈവം നിത്യജീവനുമാ. 1 യോഹന്നാൻ 5:20 സത്യദൈവമാണ് ക്രിസ്തു. അപ്പൊ ഈ പറയപ്പെട്ട ക്വാളിറ്റി എന്റെ യേശുവിനുള്ളത് കൊണ്ടാണ് എല്ലാവരും അവനിൽ എന്തോ ചെയ്യണമെന്ന് പറയുന്നത്. വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിക്കുന്നവൻ എന്തോ ചെയ്യത്തിൽ ലജ്ജിച്ചു പോവുകയില്ല. അപ്പൊ ഇത്ര മഹത്വവാനായ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അമാന്യതയുണ്ട്. അമാന്യത കൈവരാനുള്ള കാരണങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഇത്ര വലിയ കർത്താവിനെ വിശ്വസിക്കുന്ന നമുക്ക് മാന്യതയുണ്ടെന്ന് പറയുമ്പോൾ ആ മാന്യതയുടെ കാരണം എന്താണെന്നറിയാം? 1, 2, 3, 4 കൊല്ലക കേൾക്കണം. യേശുവിൽ വിശ്വസിക്കുന്നവന് മാന്യത വരാനുള്ള കാരണം എന്താണെന്നറിയാമോ? അവൻ അദാനി അംബാനി ആവും എന്നുള്ളതല്ല മാന്യത. പിന്നെ എല്ലാം പരിഹരിച്ച് അവനെ കർത്താവങ്ങും വമ്പൻ താരമാക്കും, അതൊന്നുമല്ല മാന്യത. മാന്യത കൈവരുവാൻ ഇനി പറയുന്ന അക്കമിട്ട് പറയുന്ന കാര്യങ്ങളെ നേടിക്കൊള്ളണം. എന്തു വില കൊടുത്തും നേടണം. ഒന്നാമത്തേത് അപ്പോസ്തലപ്രവൃത്തി 10:43 അവനിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുള്ളത്. പാപമോചനം പ്രാപിക്കാത്ത ഒറ്റ വ്യക്തി മാന്യനാകത്തില്ലെന്ന് പഠിക്കുക. പാപം ഹൃത്തടത്തിൽ മുഴുവനും അധിവസിച്ചു കയറി അവയവ വ്യവസ്ഥിതികൾ പാപം അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ വാഴുമ്പോൾ ഈ ലോകത്തിന്റെ സകല തിന്മകളെയും അനുഭവിച്ച് ആസ്വദിച്ച് അതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകുന്ന ഒരുത്തനും മാന്യനല്ല. അരുതരുതാത്തത് ചെയ്യാനും കുടിക്കാനും കഴിക്കാനും അത് ഇടപാടുകൾക്ക് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തി മാന്യനാകത്തില്ല. പ്രത്യുൽപാദന വ്യവസ്ഥിതിയെ നശിപ്പിക്കുന്ന, രക്തചംക്രമണ വ്യവസ്ഥിതിയെ തകരാറിലാക്കുന്ന, ശ്വസനേന്ദ്രിയ വ്യവസ്ഥിതിയെ മൊത്തത്തിൽ തകിടം മറിക്കുന്ന, ദഹനേന്ദ്രിയ വ്യവസ്ഥിതിയെ വല്ലാതെയാക്കുന്ന മദ്യം, പുകവലി, ലഹരി പദാർത്ഥം, ഇതങ്ങനെ ചെയ്യുമെന്നറിയാം എന്നിട്ടും അത് ചെയ്യുന്നവൻ അവന്റെ മാന്യത താൻ തന്നെ നശിപ്പിക്കുകയാണ്. പക്ഷെ അത് ചെയ്യാതിരിക്കണമെങ്കിൽ ആ വിധമായിരിക്കുന്ന പാപപ്രവൃത്തികളിൽ നിന്ന് മോചനമുണ്ടാകണം. ആ മോചനം എങ്ങനെയാണെന്നറിയാമോ? ഏതെങ്കിലും ഒരു വൈദ്യന്റെ ഒരു ഡോക്ടറുടെയോ പ്രത്യേകമായി മോട്ടിവേഷൻ ക്ലാസ്സിലൂടെയല്ല അതിന് മോചനം. പാപമോചനം നൽകുന്ന ക്രിസ്തുവിലൂടെ അതിന് മോചനം നേടാനിടയാകണം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് കാര്യം? പലവിധത്തിലുള്ള ദുർഗുണങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും എല്ലാവിധമായിരിക്കുന്ന അധമ വികാരങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കണമെങ്കിൽ പാപം എന്ന് പറയുന്നത് പരിഹരിക്കപ്പെട്ടേ പറ്റുകയുള്ളൂ. ആ പാപമോചനം നൽകുന്നത് യേശു മാത്രമാ. അപ്പോസ്തലപ്രവൃത്തി 10:43 പാപമോചനത്തിന് വേണ്ടി കുന്നുകയറി മലയിറങ്ങി പുഴ താണ്ടി കടൽ നീന്തി ദേഹദണ്ഡന പ്രക്രിയകൾ ചെയ്തു നരബലി മൃഗബലി അടക്കമുള്ള സകല സംഗതികൾ കർമ്മകാണ്ഡങ്ങൾ കർമ്മബദ്ധമായ ഒട്ടനവധി കാര്യങ്ങൾ മുറതെറ്റാതെ ചെയ്താലും പാപം പിന്നെയും ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ കഴിഞ്ഞ വർഷം ചെയ്തത് ഈ വർഷം ചെയ്യേണ്ടി വരിക, കഴിഞ്ഞ മാസം ചെയ്തത് ഈ മാസം ചെയ്യേണ്ടി വരിക, കഴിഞ്ഞ ആഴ്ച ചെയ്തത് ഈ ആഴ്ചയും ചെയ്യുക, ഇന്ന് രാവിലെ ചെയ്തിരുന്നു വൈകിട്ടും ചെയ്യണം, നാളെ രാവിലെ ചെയ്യാൻ ഒരുക്കി വെച്ചിരിക്കുകയല്ലേ. എന്താ കാര്യമെന്നറിയാമോ? പാപം പരിഹരിക്കപ്പെടുന്നില്ല എന്ന ഉൾബോധമാണ്. പക്ഷേ കാൽവരിയിൽ തുളയ്ക്കപ്പെട്ട യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തമുണ്ടല്ലോ, അത് സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ആ ബോധം അകത്തേക്ക് വന്നു കഴിയുമ്പോൾ അവൾ അപ്പോസ്തലപ്രവൃത്തി 10:43 1 യോഹന്നാൻ 1:7 വാക്യങ്ങൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ പാപപരിഹാരം യേശുവിലൂടെയാണ്. അത് ലഭിക്കപ്പെടുന്നവനാണ് മാന്യതയുള്ളത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്കളെ പാപിയാക്കുവാൻ ഉള്ള പിശാചിന്റെ ടാർഗറ്റിന് വിട്ടുകൊടുക്കരുത്. താങ്കളെ വിലപ്പെട്ട ആത്മീക ജീവിതത്തെ നഷ്ടമാക്കരുത്. കർത്താവ് നമുക്ക് പാപമോചനം സൗജന്യമായി തരുന്നു. 5 നയ പൈസ ചെലവ് ചെയ്യാതെ, ദേഹദണ്ഡന പ്രക്രിയകളൊന്നുമില്ലാതെ പാപമോചനത്തിന്റെ അനുഗ്രഹീതമായ സാധ്യത ക്രിസ്തുവിലാണ് എന്നുള്ളതാണ്. അതാണ് അവനിലെ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ ആനുകൂല്യം. ആ ആനുകൂല്യം പ്രാപിക്കുന്നവൻ മാന്യതയുള്ളവനായി മാറുന്നു. അല്ലെങ്കിൽ ലജ്ജിച്ചു പോകും. കർത്താവിന്റെ വരവെങ്കിൽ ലജ്ജിച്ചു പോകും. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? യേശുവിൽ വിശ്വസിക്കുന്നവൻ ലഭിക്കപ്പെടുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ സംഗതി രക്ഷ പ്രാപിക്കാം എന്നുള്ളതാണ്. രക്ഷിത ഗണത്തിന്റെ കൂട്ടത്തിലാകുന്നു. റോമാലേഖനം 10:9 വാക്യം. അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. രക്ഷിത ഗണത്തിന്റെ കൂട്ടത്തിലാണ് ഞാനെന്ന് അഭിമാനമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ.
രക്ഷിത ഗണത്തിലാണ് നമ്മൾ. ശിക്ഷിത ഗണത്തിൽപ്പെട്ട ഒരു പറ്റം ആളുകളുണ്ട്. കാശുകൊണ്ട് ഉന്നതന്മാരാകാം, വിദ്യാഭ്യാസം കൊണ്ട് സമൃദ്ധിയുള്ളവരാകാം, സ്വന്തം തണ്ടപ്പേരിൽ തീരെഴുതി കിട്ടിയ ഭൂമിയുടെ ആധാരം കയ്യിലുള്ളവരാകാം, സാറേ എന്ന് നാട്ടുകാർ മാനിക്കുന്നവരാകാം, വലിയ മുതലാളി വർഗമായിരിക്കാം. പക്ഷേ കേട്ടോണം ഒരു കാര്യം, യേശു ഒരിക്കൽ രക്ഷാ പദ്ധതിയുടെ ഭാഗമായില്ലെങ്കിൽ താങ്കൾ മാന്യനല്ല എന്ന് വരുന്ന ഒരു നാൾ വരാൻ പോകുകയാണ്. മാന്യന്മാരെ മാത്രം ചേർത്ത് കൊണ്ടുപോകാൻ എൻ്റെ യേശു മടങ്ങി വരാൻ പോകുകയാണ്. അന്ന് കൈവിടപ്പെടുന്നവർക്കൊന്നും മാന്യതയില്ലാതെ വരും എന്നുള്ളത് താങ്കൾ തിരിച്ചറിയുന്ന വേദനാജനകമായ ആ നിമിഷത്തിൽ അതിന് പരിഹാരം വരുവാൻ വേറൊരു കൺവെൻഷൻ കൊല്ലകയിൽ ഉണ്ടാകില്ല, വേറെ നടപടി ഇവിടെ ഉണ്ടാകില്ല. കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർത്ത് കൊണ്ടുപോകാൻ കർത്താവ് വരും. കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ കർത്താവ് തന്റെ രക്ഷണ്യ പദ്ധതിയിലൂടെ ഒരിക്കൽ രക്ഷാ പദ്ധതിയെ അംഗീകരിച്ച് അതിലായിത്തീർന്നവരാണ്. ഹല്ലേലൂയ! ആ കൂട്ടമാണ് ഇവിടെ നീ ഹല്ലേലൂയ പാടുന്നവരൊക്കെ തന്നെ. ഹല്ലേലൂയ! മൂന്നാമതൊരു ആനുകൂല്യമുണ്ട്. 3, 4, 5, 6 എന്ന് പറയാൻ ഒത്തിരിയുണ്ട്. ഇന്ന് രാത്രിക്ക് നീളമില്ല, അനുവദിച്ച സമയപരിധി തീർന്നു കഴിഞ്ഞു. ഇപ്പം ഞാൻ ഗ്രേസ് പീരീഡിലാണ് നിൽക്കുക, കൃപാകാലത്തിലാണ്. 9, 10 വരെയൊക്കെ ആകാം പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേസി എന്നോട്. അത് കഴിഞ്ഞ് അല്പം കൂടെ ആയാലും കുഴപ്പമില്ല. ആ അല്പം കൂടെ എന്നുള്ളതിന് ഞങ്ങൾ പ്രസംഗരിടുന്ന പേരാണ് കൃപാകാലം. കൃപാകാലത്തിൻ്റെ പ്രത്യേകത, കൃപായുഗം എപ്പോഴാണ് തീരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അതിങ്ങനെ അങ്ങ് നീണ്ടു കിടക്കുകയാണ്. സന്തോഷമാണോ? പ്രൈസ് ദി ലോർഡ്. വലിയ സന്തോഷം ഇല്ലെന്ന് മനസ്സിലായി, നിർത്താൻ പോവുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഔദാര്യം, ആനുകൂല്യം എന്ന് പറയുന്നത് നിത്യജീവനാണ്. യോഹന്നാന്റെ സുവിശേഷം 3:15, യോഹന്നാന്റെ സുവിശേഷം 3:36. 2 വാക്യങ്ങൾ ഒരുമിച്ച് ചേർക്കണം. 3:15 പറയുന്നു അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. 3:36 പറയുന്നു അവനിൽ വിശ്വസിക്കുന്നവന്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പറയട്ടെ, നിത്യജീവൻ പ്രാപിക്കാത്തവൻ മാന്യനല്ല. നിത്യജീവൻ ക്രിസ്തു നൽകുന്നതിനെ പ്രാപിക്കുന്നവർക്കാണ് മാന്യതയുള്ളത്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മരണാനന്തര ജീവിതമാണ്. മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞാൽ എലിയായി, പുലിയായി, നരിച്ചീറായി, പുഴുവായി, ചിത്രശലഭമായിട്ട് ഇവിടെ പിന്നെയും പറന്നു വരുന്നു എന്നുള്ളതല്ല. 85 ലക്ഷം ജനന മരണങ്ങൾ അനുഭവിച്ചെങ്കിലും മോക്ഷം പ്രാപിക്കൂ എന്നുള്ള പഠിപ്പിക്കലിനെ ഞങ്ങൾ വകഞ്ഞു മാറ്റുന്നു. എന്നിട്ട് നിത്യജീവന്റെ ഉപദേശത്തെ ഞങ്ങൾ വ്യക്തമാക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അക്കാര്യം? ഹല്ലേലൂയ! അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് നരിച്ചീരായി പറന്നു പോവുകയായിരുന്നില്ല. വെറുതെ ഒരു ഭൂതപ്രേത പിശാചായി അലയുകയായിരുന്നില്ല. അവനെ തൊട്ടു, പിടിച്ചു, കണ്ടു, കേട്ടു, ചേർത്തു നിർത്തി, അവനോടൊപ്പം കഴിച്ചു എന്നൊക്കെ വായിക്കുന്നുണ്ട്. 40 ദിവസങ്ങൾ യേശു ഭൂമിയിൽ തന്നെയായിരുന്നു. യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള 40 ദിവസങ്ങൾ ശിഷ്യന്മാരോട് ഇടപഴകിയത് ചരിത്രത്തിലെ അനുഗ്രഹിത തെളിവുകളാ. അത് ദൃഷ്ടാന്തമാണ്. അത് തെളിയിക്കുന്നത് എന്താണെന്നറിയാമോ? യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നാം ഉയർത്തെഴുന്നേൽക്കും. അവനോട് സദൃശന്മാരാകും. ഈ ആനുകൂല്യങ്ങൾ ലഭിക്കപ്പെട്ടവർക്കാണ് മാന്യതയുള്ളത്. സ്തോത്രം. അവനിൽ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? മാന്യതയുണ്ട്. വേറൊരു മാന്യത കേൾക്കണോ? യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് പുത്രത്വമുള്ളത്. ഗലാത്യലേഖനം 3:26 വാക്യം. അവനിൽ വിശ്വസിക്കുന്നവന് പുത്രത്വമുണ്ട് എന്നാണ് പറയുക. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നാം എല്ലാവരും ആരായി തീർന്നിരിക്കുന്നു? ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുന്നു. ഗലാത്യർ 3:26 അറിയാത്ത ക്രിസ്ത്യാനി ഉണ്ടാകരുത്. ഗലാത്യർ 3:26 ഉപദേശപരമായി വളരെ ആഠ്യത്വമുള്ളൊരു വാക്യമാണ്. ഗംഭീരമായ ഉപദേശ സംഹിത നിറച്ചു വെച്ചിരിക്കുന്ന ഒരു വാക്യമാണ് ഗലാത്യർ 3:26. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നമ്മൾ എല്ലാവരും എന്തുവായി? നേർച്ച കൊടുത്തതുകൊണ്ട്, കാഴ്ച കൊടുത്തതുകൊണ്ട്, പദയാത്ര ചെയ്തതുകൊണ്ട്, റാസ, തിരുനാള്, പെരുന്നാള് ഒക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ ദൈവമക്കളായതല്ല. പകരം നാം ദൈവമക്കളായത് ക്രിസ്തുയേശുവിലെ വിശ്വാസ നിമിത്തമാണ്. ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചപ്പോൾ ആ മാന്യത നമുക്ക് കർത്താവ് തന്നു. നമ്മളെ ദൈവമക്കളെന്ന പദവിയിലേക്ക് കൊണ്ടുവന്നു. ലോകത്തിൽ 2 കൂട്ടം മക്കളേ ഉള്ളൂ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുക. എബി എബ്രഹാം പറയുന്നല്ല, KC വർഗീസ് പാസ്റ്റർ പറയുന്നല്ല, സജി ചെറിയാൻ പാസ്റ്റർ പറയുന്നല്ല, ഷിബുജാൻ പറയുന്നല്ല, ഇവിടേക്ക് ദൈവദാസന്മാർ ആരും പറയുന്നതല്ല, അജിപുത്തൂർ പാടിയതല്ല. വചനം ഇങ്ങനെ പറയുന്നു, 2 കൂട്ടം മക്കളേ ഉള്ളൂ വേദപുസ്തകത്തിൽ. 1 യോഹന്നാൻ 3:10. ദൈവമക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ അറിയാം. അപ്പൊ ദൈവമക്കളാകാൻ ഒറ്റ വഴിയുള്ളൂ. എന്താ? ക്രിസ്തുയേശുവിലെ വിശ്വാസം. ക്രിസ്തുവെന്ന ഏകസത്യ ദൈവത്തിൽ, ക്രിസ്തുവെന്ന വീണ്ടെടുപ്പുകാരൻ വിശ്വസിക്കുന്നവൻ ദൈവമക്കളാകും. ആ ഭാഗ്യപദവി ശ്രദ്ധിച്ചവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതാണ് ഏറ്റവും വലിയ മാന്യത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹീതമായിരിക്കുന്ന മാന്യത കൈവന്നവരോട് കർത്താവ് നൽകിയിട്ടുള്ള ഏറ്റവും മഹത്തായിരിക്കുന്ന ഒരു വാഗ്ദത്വമുണ്ട്. അതെന്താണെന്നറിയാമോ? ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം. ഇനി ഞാൻ ദൈവമക്കളോട് മാത്രമായൊരു സ്വകാര്യ ഉപദേശം പറയട്ടെ. ഇതുവരെ ഞാൻ കൊല്ലകയോടാണ് സംസാരിച്ചത്. എന്നെ അങ്ങ് വെളിയിൽ ശ്രദ്ധിച്ച് മാന്യ സുഹൃത്തുക്കളോടാണ്
സുവിശേഷത്തിന്റെ പച്ചയായ ഉപദേശ സത്യങ്ങളെ വെളിപ്പെടുത്തിയത്. കർത്താവിന്റെ വരവിന് വേണ്ടി അവരോട് കാത്തിരിക്കുന്ന ദൈവമക്കളായി നിങ്ങളോട് അവസാനത്തെ ചില വാക്കുകൾ പറയട്ടെ. പരിചിതരായ നിരവധി ആളുകൾ ഇവിടെയുണ്ട്. ഒട്ടനവധി കാലങ്ങളായിട്ട് ആത്മീയ സൗഹൃദമുള്ള നിരവധി ആളുകൾ, പുതുതായിട്ട് പരിചയപ്പെട്ട ചില ആളുകളുണ്ട്. എൻ്റെ അടുത്ത സ്നേഹിതനാണ് പ്രിയ സോളമൻ സാൻ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. എല്ലാവരോടുമായിട്ട് നിങ്ങളൊരു കുഞ്ഞനുജനെ പോലെ, ജ്യേഷ്ഠ സഹോദരനെ പോലെ, കുടുംബ സുഹൃത്തെന്നതുപോലെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. യേശുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള മാന്യത ഏറ്റവും സവിശേഷമാണ്. ആ മാന്യതയുള്ളവർക്ക് നൽകുന്ന ഗ്രേറ്റ് പ്രോമിസ് ആണ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ എന്ത് ചെയ്യാം, കൊണ്ട് കാണിക്കാന്നല്ല, പിന്നെ ഇരുത്താം. ഇരുത്താമെന്ന് പറയുന്നത് വിശ്രാമമാണ്. ഞാൻ കൊണ്ട് നിങ്ങളെ വിശ്രമിപ്പിക്കാം. ഇവിടെ നിങ്ങൾ കലാഹമുണ്ട്, ഒട്ടനവധി പ്രതിസന്ധികളുണ്ട്, ആക്ഷേപമുണ്ട്, ഭീഷണിയുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, ഇല്ലായ്മയുണ്ട്, വല്ലായ്മയുണ്ട്. ഈ അവസ്ഥകളിൽ നിന്നെല്ലാം ഞാൻ നിങ്ങളെ വിശ്രമത്തിൽ കൊണ്ടുപോകാം. ഞാൻ ഇരുത്താം എന്നാണ് പറയുക. പക്ഷേ ആ വാക്യം മാത്രം പ്രത്യാശയായി നെഞ്ചിനകത്ത് കരുതി കർത്താവ് എന്നെ കൊണ്ടുപോകും പറഞ്ഞ് കർത്താവ് ഇരിക്കുന്നിടത്ത് ഞാൻ ഇരിക്കും എന്നൊക്കെ ആവേശം കൊള്ളാം. പാട്ട് പാടുന്ന പറഞ്ഞേ നമ്മളങ്ങനെ തുള്ളിച്ചാടി പാടുന്നൊക്കെ കൊള്ളാം. പക്ഷേ യോഹന്നാൻ 14:3 വാക്യത്തോട് ചേർത്ത് എപ്പോഴും ധ്യാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരെയാ കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരുത്തുന്നതെന്നറിയാമോ? വെളിപ്പാട് 3:21 ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ഇരിപ്പാൻ വരം നൽകും. പെന്തക്കോസ് കളിച്ച് തോറ്റുപോവല്ലേ? ജയിക്കുന്നവന് മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റൂ. മണ്ണ് തോൽപ്പിക്കരുത്, നമ്മളെ കസേര തോൽപ്പിക്കരുത്, ആണ് തോൽപ്പിക്കരുത്, പെണ്ണ് തോൽപ്പിക്കരുത്. ജീവിതത്തിൽ ജഡശരീരത്തിൽ ഉയർന്നു വരുന്ന പാപരാഗങ്ങളുടെ, വികാരങ്ങളുടെ, വിക്ഷോഭങ്ങളുടെ മുൻപിൽ അടിമപ്പെട്ടു പോയിട്ട് നാം പണയപ്പെട്ടു പോകരുത്. തോറ്റവനല്ല അവിടെ ഇരിക്കുന്നത്, ജയിച്ചവനാണ്. റോമാലേഖനം 8:35 ഇങ്ങനെ പറയുന്നു, ഇതിലൊക്കെയും നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇതിലൊക്കെയും ആപത്തോ വാളോ നഗ്നതയോ സങ്കടമോ എന്തു വന്നാലും, ഉയരത്തിനുള്ളതോ ആഴത്തിനുള്ളതോ വന്നതിനോ വരാനുള്ളതോ എന്തു വന്നാലും, ഇതിലൊക്കെയും ഞാൻ പൂർണ്ണ ജയം പ്രാപിക്കും. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ജയം പ്രാപിച്ച വിശ്വാസിയാണ് ദൈവസഭയ്ക്ക് വേണ്ടത്. ജയിച്ച വിശ്വാസി, തോറ്റു പോകരുത്. അവിടെ ഇവിടെയൊക്കെ തോറ്റു തുന്നം പാടി പിന്നെ 51 സങ്കീർത്തനം കുംഭസാരമായി പാടേണ്ട ഗതികേടൊന്നും ഒപ്പിച്ച് വെക്കരുത്. ജീവിതത്തിന്റെ ഔന്നത്യം, ജീവിതത്തിന്റെ ആത്മീയതയുടെ ആഠ്യത്വം, അതിന്റെ ആഭിജാത്യം രാത്രിയിലും പകലിലും ഒരേപോലെ സൂക്ഷിക്കണം. വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ തെന്നെന്ന പായലുണ്ട്. ചാവട്ടി മൂക്കും കുത്തി വീണിട്ട് അയ്യോ കർത്താവേ ഓ എന്നൊന്നും പറഞ്ഞു നടക്കരുത്. പിന്നെ വ്യക്തിത്വത്തെയും ആഠ്യത്വത്തെയും ജീവിതത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ തലങ്ങളെയൊക്കെ സൂക്ഷിച്ചോണം. ബന്ധങ്ങളെ സൂക്ഷിച്ചോണം. ദാമ്പത്യ ജീവിതത്തിനകത്ത് പവിത്രത, അനന്യത, നീതി, വിശുദ്ധി, വിശ്വസ്തത, പരസ്പര ധാരണ ഒക്കെ വെച്ചോണം. കുഞ്ഞുങ്ങളോട് സുതാര്യമായി ഇടപെടണം. മാതാപിതാക്കളോട് കയ്പായിരിക്കരുത്, കുഞ്ഞുങ്ങളോട് കയ്പാകരുത്. മാതാപിതാക്കളോട് അകന്നു നിൽക്കരുത്. സഭയോട് ആന്തരിക രമ്യത വേണം. ശുശ്രൂഷക വൃന്ദങ്ങളോട് അനുഗ്രഹീതമായ നിലപാട് വേണം. ദേശത്തിറങ്ങുമ്പോൾ നീ ക്രിസ്തുവിൻ്റെതാണ് എന്ന് തെളിയിക്കാൻ ക്രിസ്തുവിനെ വഹിച്ചോണം അകത്ത്. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 1:20 ഇങ്ങനെ പറയുന്നു, ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ, നാട്ടിലിറങ്ങിയാൽ ക്രിസ്തുവിനെ കാണണം നമ്മിലൂടെ. പാപ്പച്ചനെന്ന പേര്, കറിയാച്ചനെന്ന പേര്, അന്നമെന്ന, ചിന്നമ്മെന്ന, ശോശാമെന്ന നാട്ടുകാർക്ക് അറിയാം നമ്മുടെ പേര്, പിന്നെ അറിയാം. പക്ഷേ അതിനപ്പുറത്ത് വേറൊരു വ്യക്തിത്വത്തെ അവർ നമ്മിൽ കാണണം. നമ്മോട് ചോദിക്കണം, ആർ യു ജീസസ്? നമ്മുടെ ക്ഷമ, നമ്മുടെ സ്നേഹം, നമ്മുടെ വിശ്വസ്തത, നമ്മുടെ വിശുദ്ധി, നമ്മുടെ സഹനം, നമ്മുടെ ത്യാഗം, നമ്മുടെ സംഭാഷണത്തിന്റെ ചാതുര്യത, അതിനകത്തെ ലാവണ്യം ഒക്കെ കണ്ടിട്ട് ചോദിക്കണം, നീയാണോ യേശു? അതെ. കൊല്ലകയിൽ വേറെ യേശുവിനെ അവർ കാണട്ടെ. കൊല്ലകയിൽ മറ്റൊരു യേശു നടക്കുന്നവർ കാണട്ടെ. അത് സ്വഭാവത്തിന്റെ മൂല്യം കൊണ്ടാണ്. മനസ്സിലായില്ലേ? ക്ഷമയുടെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും അനുഭവം കൊണ്ട് നമ്മിലൂടെ യേശുവിനെ വെളിപ്പെടുത്താൻ കഴിയണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? കൊയർ മുൻപോട്ട് വരുമ്പോൾ പ്രത്യാശയുടെ അനുഗ്രഹീതമായ ഗാനം തന്റെ വരികൾ അവർ ചേർന്ന് പാടും. നാം ഒരുമിച്ച് കരങ്ങളടിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി ആ യേശുവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങണം, ഉണരണം. ജയിക്കുന്നവർക്ക് മാത്രമേ കർത്താവിനോടുകൂടെ ഇരിപ്പാൻ വരം നൽകുകയുള്ളൂ. ഒന്നുകൂടെ ദൈവമക്കളോട്, ദൈവദാസന്മാരോട്, സഹ ഭടന്മാരോട് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു ആത്മഭാരത്തോടെ. യോഹന്നാൻ 14:3, വെളിപ്പാട് 3:21. ഇത് മൂന്നും കൊണ്ട് വെളിപ്പാട് 3:20 ഇന്നലെ വായിച്ച കുറിവാക്യം. 3:21 ചേർത്തോണം. 14:3 ചേർത്ത് 3:21 പഠിച്ചോണം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ഇരിപ്പാൻ വരം നൽകും. ആർക്കാ വരം? യോഹന്നാൻ 14:3 പറയുന്നത്, ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ എന്തോ ചെയ്യും? ചേർത്തുകൊള്ളും, ഞാൻ കൊണ്ടുപോയി ഇരുത്തും എന്നാ പറയുക. പക്ഷെ വെളിപ്പാട് 3:21 പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ഇരിപ്പാൻ വരം നൽകും. ഇനി ജയിച്ചാൽ മതിയോ? കുഴപ്പമില്ല. പിന്നെ ഞങ്ങളെത്ര ജയിച്ചതാ, അങ്ങനെ ജയിച്ചാലും പോരാ. പിന്നെ എങ്ങനെ ജയിക്കണം? ഞാൻ ജയിച്ചതുപോലെ.
3:21 മൊത്തം വായിച്ചു നോക്കിയാൽ എൻ്റെ അവസാനം ഒരു ക്ലോസ് ഉണ്ട്, ഞാൻ ജയിച്ചതുപോലെ. അപ്പോൾ എങ്ങനെങ്കിലും ജയിച്ചാൽ പോരാ. പണ്ട് SSLC 210 മാർക്ക് വാങ്ങിച്ച് ജയിച്ച ബിരുദന്മാരാണ് നമ്മളൊക്കെ. ജയിച്ചോ? പിന്നെ ജയിച്ചു. എന്നാൽ ലഡു. അപ്പം ലഡു വാങ്ങിച്ച് തിന്നാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു കടി കടിച്ച് കാണും ഒരു പക്ഷേ. അവർ ചോദിച്ചു, എത്ര മാർക്കുണ്ട് മക്കളെ? മാർക്കൊന്നും വിഷയമല്ല ആൻറ്റി, ജയിച്ചല്ലോ അത് മതി. മാർക്ക് പറയാതെ ലഡു കൊടുത്ത് നടന്ന പുള്ളിയെ ഓർത്തോണം 210 കിട്ടിയുള്ളെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് 210ൻ്റെ ഗുഡൻസ് എന്താണെന്ന് അറിയത്തില്ല. മക്കളെ, അങ്ങനൊരു പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ മമ്മിയും പപ്പയും ഇതുവരെ SSLC ബുക്ക് കാണിക്കാത്തത്. കാണിച്ചിട്ടുണ്ടോ? അവരത് എവിടെയോ കൊണ്ടുവന്ന് പാത്ത് വെച്ചിരിക്കുകയാണ്. സ്തോത്രം. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിന് വേണ്ടി, പ്രോഗ്രസ് കാർഡിന് വേണ്ടി വല്ലാതെ ബഹളം ഉണ്ടാക്കുന്ന മമ്മിയെ സൂക്ഷിച്ചോണം, പപ്പയെ സൂക്ഷിച്ചോണം. അവരുടെ SSLC ബുക്ക് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അതിനകത്ത് കൃത്യം 210 ഉള്ളൂ. അത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദാര്യം കൊണ്ട് ജയിച്ചതാ. അങ്ങനെ ജയിക്കുന്നവർക്ക് വേദോത്സവത്തിലൊരു ഭാഷയുണ്ട്, വേദോത്സവത്തിലൊരു പ്രയോഗമുണ്ട്, പ്രയാസേന രക്ഷപ്പെടുക. അങ്ങനെയാ. സ്തോത്രം. എന്നാൽ യേശു പറയുന്നത്, എന്നോടുകൂടെ ഇരിക്കണമെങ്കിൽ 210 മാർക്ക് വാങ്ങിച്ച് കയറി വന്നാൽ പോരാ. ഞാൻ ജയിച്ചതുപോലെ. ഞാൻ ലോകത്തെ ജയിച്ചു, ഞാൻ ജഡത്തെ ജയിച്ചു, ഞാൻ പിശാചിനെ ജയിച്ചു, ആധിപത്യ വ്യവസ്ഥയെ ജയിച്ചു, എന്നെ മലർത്തിയടിക്കാൻ ശ്രമിച്ച ദുഷ്ടസിംഹാസനത്തെ ഞാൻ ജയിച്ചു, അന്ധകാരത്തിന്റെ ശക്തിയെ ഞാൻ തോൽപ്പിച്ചു, സമസ്ത ഭൂത പ്രേത പിശാചുക്കളെയും എന്റെ ജഡത്തിലേക്ക് ആവാഹിക്കാൻ ശ്രമിച്ച പാപരാഗങ്ങളെ ഞാൻ ജയിച്ചു. അതേപോലെ ജയിക്കുന്നവനെ ഞാൻ എന്റെ അടുക്കൽ ഇരുത്തും. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വേഗം എഴുന്നേറ്റ് നിൽക്കാൻ ദൈവസന്നിധിയിൽ. ഇതുവരെ ഇരിക്കുകയായിരുന്നു, ചാടി എഴുന്നേറ്റാട്ടെ, വേഗം എഴുന്നേറ്റാട്ടെ. ഈ പാട്ടിന്റെ വരികൾ ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വെളിപ്പെടാറായി. നമ്മുടെ കർത്താവ് എത്രയും വേഗം വാനവിരവിൽ വെളിപ്പെടും. അവൻ ഇരിക്കുന്ന ഇടത്ത് നമ്മെ ഇരുത്തേണ്ടതിന് അവൻ വരിക തന്നെ ചെയ്യും. യേശുവിൽ വിശ്വസിക്കാനുള്ള ആസ്തി നമ്മൾ കണ്ടു. യേശുവിൽ വിശ്വസിക്കുവാനുള്ള യേശുവിന്റെ വിഭവശേഷി നമ്മൾ കണ്ടു. യേശുവിൽ വിശ്വസിക്കുന്നവന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കണ്ടു. യേശുവിനെ എനിക്ക് വേണം, യേശുവിനെ മാത്രം മതി എനിക്ക് എന്ന് തീരുമാനമെടുക്കാൻ നാട്ടിലാരെങ്കിലും ഉണ്ടോ പ്രിയരേ? ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുമോ? കർത്താവിന്റെ കണ്ണുകൾ നിങ്ങളെ കാണുന്നുണ്ട്. മദ്യത്തോട് വിടപറ, പുകവലിയോട് വിടപറ, ലഹരി പദാർത്ഥങ്ങളോട് വിടപറ, അടിപിടി കലാശങ്ങളോട് വിടപറ. മാന്യനായി ജീവിക്കാൻ ഒറ്റ വഴിയുള്ളൂ. യേശുവിൽ വിശ്വസിക്കുന്നവന് മാന്യതയുണ്ട്.